ജാക്ക് തേർഡ് ക്ലാസ്സിൽ നിന്ന് ആരും കാണാതെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് വലിഞ്ഞു കയറി വരുവാണ്. അതെന്താണെന്ന് വെച്ചാൽ കുറച്ചു നേരത്തെ ജാക്ക് റോസിനെ കാണാൻ വേണ്ടി ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ചെന്നിരുന്നു. പക്ഷെ അവനെ സെക്യൂരിറ്റി ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല. അപ്പോഴാണ് മിസ്റ്റർ ലവ്ജോയ് കയറി വരുന്നത്. റോസിനെ ഒരു വട്ടം കണ്ട് സംസാരിച്ചാൽ മാത്രം മതിയെന്ന് ജാക്ക് പറയുന്നുണ്ടെങ്കിലും ലവ്ജോയ് അതിന് സമ്മതിക്കുന്നില്ല. അയാൾ കുറച്ച് പൈസ എടുത്ത് ജാക്കിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പൈസയൊന്നും വേണ്ടെന്നാണ് ജാക്ക് പറയുന്നത്. ജാക്കിന് റോസിനെ കണ്ടേ പറ്റൂ. അപ്പൊ ലവ്ജോയ് അടുത്ത ഐഡിയ എടുക്കുന്നു. അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികൾക്ക് അയാൾ കുറച്ച് പൈസ എടുത്തു കൊടുത്തു. എന്നിട്ട് ഇനി ജാക്കിനെ ഇവിടെ കാണാൻ പാടില്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ പൈസ കിട്ടിയ സെക്യൂരിറ്റികൾ ജാക്കിനെ കൊണ്ട് തേർഡ് ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇതുകൊണ്ടാണ് ജാക്ക് ഒളിച്ചും പത്തും ഫസ്റ്റ് ക്ലാസ്സിലേക്ക് കയറി വന്നിരിക്കുന്നത്. ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവിടെ കിടന്നിരുന്ന ഏതോ പണക്കാരന്റെ ജാക്കറ്റും തൊപ്പിയും എടുത്ത് ജാക്ക് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ലൈഫ് ബോട്ടുകളെ പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആൻഡ്രൂസിന്റെയും റോസിന്റെയും അടുത്തേക്ക് കാർഡനും കയറി വന്ന അഭിപ്രായം പറയുന്നുണ്ട്. ഒരിക്കലും മുങ്ങാത്ത കപ്പലാണ് ടൈറ്റാനിക്. പിന്നെ എന്തിനാണ് ഇത്രയധികം ലൈഫ് ബോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് കാർഡൻ ചോദിക്കുന്നത്. മിസ്റ്റർ കാർഡൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഈ കപ്പലിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. റോസ് സമാധാനമായിട്ട് ഉറങ്ങിക്കോ. ഈ കപ്പലിന് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ പറഞ്ഞ ആൻഡ്രൂസ് പോയി. പെട്ടെന്ന് റോസിനെ അവിടേക്ക് ഒളിച്ചു വന്ന ജാക്ക് വലിച്ചൊരു റൂമിലേക്ക് കൊണ്ടുപോവാണ്. ജാക്ക്, നമ്മൾ തമ്മിൽ കാണാൻ പാടില്ല. റോസ്, ഞാൻ പറയുന്ന കേക്ക്. ഞാൻ നിന്നെ ശല്യപ്പെടുത്താവുന്നൊന്നുമല്ല. എന്തായാലും ശരി, ജാക്ക് എന്റെ കല്യാണം ഉറപ്പിച്ചതാണ്. ഞാൻ കാർഡനെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. എനിക്ക് അവൻ ഇഷ്ടമാണ്. നീ ശരിക്കുമാണോ പറയുന്നത്? നോക്ക് റോസ്, നിന്റെ സ്വഭാവത്തിനെ പറ്റി എനിക്ക് ശരിക്കും അറിയൊന്നുമില്ല. നീ ഒരു പണക്കാരി പെണ്ണാണ്, അതും എനിക്കറിയാം. പക്ഷെ നീ ബാക്കിയുള്ളവരിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള ഒരു സ്ത്രീയാണ്. നിനക്കതറിയോ? നീ ഈ പണക്കാരെ പോലെയൊന്നുമല്ല. നിന്റെ മനസ്സ് നല്ലതാണ്. പിന്നെ ഇതല്ല നീ ആഗ്രഹിക്കുന്ന ജീവിതം. അത് എനിക്കും അറിയാം, നിനക്കും അറിയാം. ജാക്ക്, എനിക്ക് പോകണം. പ്ലീസ്, എനിക്കിതൊന്നും കേൾക്കണ്ട. വെയിറ്റ് റോസ്, നീ ഒന്ന് നിൽക്ക്. നോക്ക്, ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാനൊരു മണ്ടനൊന്നുമല്ല. ഈ ലോകം എങ്ങനെ വർക്ക് ചെയ്യുന്നത് എനിക്ക് ശരിക്കും അറിയാം. പണക്കാർക്കാണ് ഈ ലോകത്ത് വിലയുള്ളൂ. എന്റെ കയ്യിൽ വെറും $10 മാത്രമേ ഉള്ളൂ. നിനക്ക് തരാനായിട്ട് എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. പക്ഷെ ഞാൻ അവിടെ വെച്ച് പറഞ്ഞ പോലെ നീ ചാടിയ ഞാനും ചാടും. നിന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത്. റോസ്, നിനക്കറിയാം, നീ കാർഡന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ സന്തോഷവും അതോടെ അവസാനിക്കും. അവരെ നിന്നെ ഒരു കൂട്ടിലടച്ചിടാൻ പോവുകയാണ്. നീ പതുക്കെ മരിച്ച് ജീവിക്കേണ്ടി വരും. നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. നീ സന്തോഷമായിട്ടിരുന്ന മാത്രം മതി. ഓക്കെ ജാക്ക്, നീ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എനിക്ക് സന്തോഷമാണ്. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പക്ഷെ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. നിനക്ക് സന്തോഷമില്ലെന്ന് ആർക്കും മനസ്സിലാവും. റോസ്, നിന്റെ ഉള്ളിലൊരു തീയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം നിനക്കുണ്ട്. നീ പറഞ്ഞ പോലെ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നിനക്ക് നടത്തണ്ടേ? ഇവരുടെ കൂടെ പോയാൽ അതൊന്നും നടക്കില്ല. നിന്റെ ഉള്ളിലുള്ള ആ ചുറുചുറുക്കുള്ള പെൺകുട്ടിയെ നിനക്ക് നഷ്ടപ്പെടും. റോസ്, ജാക്ക്, എന്നെ രക്ഷിക്കേണ്ടത് നിന്റെ ജോലിയല്ല. നീ അതോർത്ത് വിഷമിക്കണ്ട. ശരിയാണ്, നിന്നെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. നിന്റെ തീരുമാനങ്ങൾക്ക് മാത്രമേ പറ്റൂ. എന്തായാലും നീ ആലോചിച്ച് നോക്ക്. ഐ എം സോറി ജാക്ക്, നീ ഇനി എന്നെ കാണാൻ വരരുത്. അത് ശരിയാവില്ല. ഗുഡ് ബൈ. അങ്ങനെ പറഞ്ഞ റോസ് പോവാണ്. പക്ഷെ റോസിന്റെ മനസ്സിൽ നിന്ന് ജാക്കിന്റെ മുഖം മാഞ്ഞു പോകുന്നില്ല. ആലോചിച്ച് നോക്കുമ്പോൾ അവൻ പറഞ്ഞ ഓരോ വാക്കും ശരിയാണ്. ഇവിടെ ഈ പണക്കാരുടെ ഒപ്പം ഇരുന്ന് അമ്മയുടെ തള്ളുകൾ കേൾക്കുമ്പോൾ റോസിന് ഓരോ മിനിറ്റിലും ജാക്ക് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ മാത്രം അവൾക്ക് പറ്റുന്നില്ല. റോസ് ചുറ്റും ഒന്ന് നോക്കി. അവിടെ ഒരു ചെറിയ പെൺകുട്ടിയും അവളുടെ അമ്മയും ഇരിക്കുന്നുണ്ട്. റോസിന്റെ തന്നെ കുട്ടിക്കാലമാണ് അവൾക്ക് അവിടെ കാണാൻ പറ്റിയത്. ഒരു സ്ത്രീ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഇരിക്കരുത്, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ നോക്കണം, എങ്ങനെ തലചരിക്കണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെറുപ്പത്തിലെ തൊട്ട് ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റോസിന് ചെറുപ്പത്തിൽ തൊട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പണക്കാരുടെ ലോകത്ത് നിന്ന് എങ്ങനെയെങ്കിലും റോസിന് പുറത്ത് കടന്നേ പറ്റൂ. അവൾ ഒരു തീരുമാനം എടുത്തു. അന്ന് അവൾ വീണ്ടും ജാക്കിനെ കാണാൻ വേണ്ടി പോവാണ്. ജാക്ക് അവിടെ കപ്പലിന്റെ ഏറ്റവും മുൻഭാഗത്ത് കടലിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഹായ് ജാക്ക്, നീ പറഞ്ഞ പോലെ ഞാൻ ആലോചിച്ചു. ഞാൻ ശരിക്കും ആലോചിച്ചു. ഇപ്പൊ എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം. നീ ഇപ്പൊ ഒന്നും പറയണ്ട. ഞാനൊരു ചെറിയ കാര്യം കാണിച്ചു തരാം. ഇങ്ങോട്ട് വാ. എന്റെ കൈ പിടിക്കും. ഇനി പതുക്കെ കണ്ണടക്കി. ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്യണം. നീ പതുക്കെ ഈ കമ്പികളിൽ കൂടെ ചവിട്ടി കയറി നിൽക്കണം. കുഴപ്പമില്ല, ഞാൻ പിടിച്ചിട്ടുണ്ട്. റോസ് ജാക്ക് പറഞ്ഞതുപോലെ ആ കപ്പലിന്റെ മുൻഭാഗത്തുള്ള കമ്പികളിൽ കൂടെ മുകളിലേക്ക് ചവിട്ടി കയറി നിൽക്കാൻ തുടങ്ങി. കൂടെ ജാക്കും കയറുന്നുണ്ട്. റോസിന് പേടിയായി. ജാക്ക്, എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാനിങ്ങനെ മുൻപ് ചെയ്തിട്ടില്ല. അത് കുഴപ്പമില്ല റോസ്, ഞാൻ കൂടെയില്ലേ. നിനക്കെന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മതി. ഇനി നിന്റെ രണ്ട് കൈകളും ഇങ്ങനെ വിടർത്തി പതുക്കെ കണ്ണുകൾ തുറന്നു നോക്ക്. റോസ് കണ്ണ് തുറന്നു നോക്കിയപ്പോ ആ കാഴ്ച അവൾക്ക് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. അവൾക്ക് ശരിക്കും ആകാശത്ത് കൂടെ പറക്കുന്നത് പോലെ തോന്നി. ഐ എം ഫ്ലൈയിങ് ജാക്ക്, എനിക്ക് പറക്കുന്നത് പോലെ തോന്നുവാണ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. റോസിന് ഒരുപാട് സന്തോഷമായി. അവൾ ജാക്കിനെ അത്രയ്ക്കും വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ജാക്ക് പറഞ്ഞതുപോലെയൊക്കെ ചെയ്തത്. ലോകത്തിലൊരു പണക്കാരന് തനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യില്ലെന്ന് റോസിന് നന്നായിട്ട് അറിയാം. ആ ഒരു നിമിഷത്തിൽ ജാക്കിനോടുള്ള തന്റെ ഇഷ്ടം റോസ് തുറന്ന് സമ്മതിക്കുവാണ്. അവർ രണ്ടുപേരും കൂടി കിസ് ചെയ്യുന്നു. ഇവരെങ്ങനെ കൈകൾ വിടർത്തി നിൽക്കുന്ന സീൻ കാണാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സീനാണിത്. ഒരുപാട് പേര് ഇത് കോമഡി ആയിട്ട് കാണിക്കാറുണ്ടെങ്കിലും ടൈറ്റാനിക് വീണ്ടും കാണുമ്പോൾ ഈ സീനിന്റെ സൗന്ദര്യം ഒട്ടും തന്നെ നഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആ സമയത്താണ് റിയാലിറ്റി അടക്കി കയറി വരുന്നത്. അവരന്ന് നിന്നിരുന്ന ആ സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. ദ്രവിച്ച് തുരുമ്പെടുത്തിരിക്കുന്ന ടൈറ്റാനിക്കിന്റെ ആ മുൻഭാഗം. ഇവിടെയാണ് ജാക്കും റോസും അന്ന് അങ്ങനെ നിന്ന് കിസ് ചെയ്തത്. ഇതൊക്കെ മുത്തശ്ശിയായിട്ടുള്ള റോസ് അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതിനുശേഷം ടൈറ്റാനിക് സൂര്യനെ കണ്ടിട്ടില്ല. ടൈറ്റാനിക്കിന്റെ അവസാനത്തെ ദിവസമായിരുന്നു അത്. അപ്പൊ അന്നാണ് കപ്പൽ മുങ്ങിയത്. കപ്പൽ മുങ്ങാൻ ഇനി ഒരു 6 മണിക്കൂർ കൂടിയേ ബാക്കിയുള്ളൂ അല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ബോസ്. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, കപ്പൽ പോകുന്ന വഴിക്ക് ഒരു മഞ്ഞുമലയുണ്ടെന്ന് അറിയിപ്പ് കിട്ടിയിട്ടും ആ ക്യാപ്റ്റൻ സ്മിത്ത് തെണ്ടി എന്തുകൊണ്ടാണ് കപ്പലിന്റെ വേഗം കുറയ്ക്കാതിരുന്നത്? അയാൾ എന്തുകൊണ്ടത് ശ്രദ്ധിച്ചില്ല? അയാളെയും കുറ്റം പറയാൻ പറ്റില്ല. റിട്ടയർ ആവാൻ പോകുന്ന ഒരു ക്യാപ്റ്റൻ 26 വർഷമായിട്ട് അയാൾക്ക് കപ്പൽ ഓടിച്ച് നല്ല പരിചയമുണ്ട്. അത് തന്നെയാണ് അയാൾക്ക് കുഴപ്പമായത്. ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ്, അതിന്റെ പേരിൽ ചെറിയൊരു അഹങ്കാരം, ഒരു ഓവർ കോൺഫിഡൻസ്, അതായിരിക്കും മിസ്റ്റർ സ്മിത്തിന് പറ്റിയത്. ഇത്രയും വലിയ കപ്പൽ ഇത്രയും സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന മുന്നിലൊരു മഞ്ഞുമല കാണുമ്പോൾ കപ്പൽ പെട്ടെന്ന് വളച്ച് മാറ്റാൻ പറ്റില്ല എന്ന് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ടാവില്ല. ഈ സമയത്ത് റോസ് അവിടെ വീഡിയോയിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സേഫ് ലോക്കർ കാണുവാണ്. അത് കണ്ടപ്പോൾ റോസിന്റെ ഓർമ്മകൾ വീണ്ടും ടൈറ്റാനിക്കിലേക്ക് പോയി. റോസ് മുത്തശ്ശി വീണ്ടും കഥ പറയാൻ തുടങ്ങി. അന്ന് രാത്രിയോടെ പണക്കാരായിട്ടുള്ള എല്ലാവരും ഫസ്റ്റ് ഫ്ലോർ
ഫ്ലോറിൽ ഒരു സ്ഥലത്ത് കൂടി വെള്ളമടിക്കാനും പാർട്ടി നടത്താനും തുടങ്ങി. അതുകൊണ്ട് അവിടുത്തെ റൂമുകളിലൊന്നും പ്രത്യേകിച്ച് ആരുമില്ല. റോസ് ജാക്കിനെ കൊണ്ട് അവളുടെ റൂമിലേക്ക് വരുവാണ്. അവിടെയുള്ള റൂമുകളും ഫസ്റ്റ് ഫ്ലോറിലെ മറ്റ് വിശേഷങ്ങളും ഒക്കെ റോസ് ജാക്കിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കാൾഡൻ അവൾക്ക് സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ള ഹാർട്ട് ഓഫ് ദി ഓഷൻ എന്ന് പറയുന്ന ആ ഡയമണ്ട് നെക്ലേസും അവൾ ജാക്കിന് കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടു തന്നെ ജാക്ക് ഞെട്ടിപ്പോയി. ഇവർക്ക് രണ്ടുപേർക്കും പെയിന്റിംഗ് ഇഷ്ടമായതുകൊണ്ട് റോസ് അവിടെ വാങ്ങി വെച്ചിരിക്കുന്ന പെയിന്റിങ്ങുകളെ പറ്റി ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് റോസ് ജാക്കിനോട് അവളുടെ ഒരു ആവശ്യം പറയുവാണ്. ജാക്ക് വരച്ച ചിത്രങ്ങളിൽ കണ്ട പെണ്ണുങ്ങളെ പോലെ തന്നെയും വരച്ചു തരണം, വെറുതെ വേണ്ട, ഒരു ജോലിയായിട്ട് കണ്ടാലും മതി. ഇങ്ങനെയാണ് റോസ് പറയുന്നത്. ജാക്ക് അത് സമ്മതിച്ചു. അങ്ങനെ ജാക്ക് സോഫയൊക്കെ വലിച്ചിട്ട് അവന്റെ പേപ്പറും പെൻസിലും ഒക്കെ റെഡിയാക്കി റോസ് വരുന്നതും കാത്തിരിക്കുവാണ് റോസിന്റെ മനോഹരമായിട്ടുള്ള ചിത്രം വരയ്ക്കാൻ. കുറച്ചു കഴിഞ്ഞപ്പോ റോസ് റെഡിയായി ഇങ്ങോട്ട് വരുന്നു. റെഡിയായി എന്ന് പറഞ്ഞാൽ തെറ്റായി പോകും, കാരണം അധികം ഡ്രസ് ഒന്നും ഇടാതെയാണ് റോസ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ജാക്ക് അതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. റോസ് മുന്നോട്ട് വന്ന് ജാക്കിന് കുറച്ച് പൈസ കൊടുക്കുവാണ്. എന്നിട്ട് നീ അന്നാ പെണ്ണുങ്ങളുടെ പടം വരച്ച പോലെ തന്നെ ഞാൻ പറയുന്ന പോലെ എന്റെ ഇഷ്ടത്തിന് എന്റെ പടം വരച്ചതാണോ എന്ന് പറയുന്നു. ജാക്ക് സമ്മതിക്കുന്നു. പക്ഷെ അടുത്തതായിട്ട് റോസ് ചെയ്ത കാര്യം ജാക്കിനെ ഞെട്ടിച്ചു കളഞ്ഞു. അവൾ ജാക്കിന്റെ മുന്നിൽ എല്ലാ ഡ്രസ്സും ഊരി കളഞ്ഞു നിൽക്കുവാണ്. റോസ് ഇപ്പൊ പൂർണ്ണ നഗ്നയായിട്ടാണ് ജാക്കിന്റെ മുന്നിൽ നിൽക്കുന്നത്. അവൾ ആകെ കൂടി ഇട്ടിരിക്കുന്നത് ഹാർട്ട് ഓഫ് ദി ഓഷൻ എന്ന് പറയുന്ന ആ ഡയമണ്ട് നെക്ലേസ് മാത്രമാണ്. നമ്മളുടെ ചാനൽ ഏകദേശം ഒരു ഫാമിലി ഫ്രണ്ട്ലി ചാനൽ ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും കാത്തിരിക്കാണ്, നോക്കിയിരിക്കുക. ജാക്ക് ആദ്യം ഒന്ന് പേടിച്ച് ഭയന്നെങ്കിലും അവനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. അവൻ സമയം കളയാതെ വളരെ ശ്രദ്ധിച്ച് റോസിന്റെ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. റോസ് ഇടയ്ക്കൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ജാക്ക് അവളോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. ഒന്ന് ചിരിച്ചേ, ഒച്ച ഫോട്ടോയിൽ കിട്ടൂല മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ സ്മൈൽ. Chin up, shoulder down, chin down, chin പൊടിക്കാം. Eyes open, ready. അങ്ങനെ റോസിന് ഇഷ്ടപ്പെട്ടതുപോലെ അവൻ റോസിന്റെ നഗ്നമായിട്ടുള്ള ഒരു ചിത്രം അവൾക്ക് വേണ്ടി വരച്ച് പൂർത്തിയാക്കുന്നു. അന്നത്തെ ചെറുപ്പക്കാരിയായിട്ടുള്ള റോസിന്റെ മനോഹരമായിട്ടുള്ള കണ്ണുകളിൽ നിന്ന് ഇന്നത്തെ റോസ് മുത്തശ്ശിയുടെ ചുക്കിച്ചുളിഞ്ഞ കണ്ണുകളിലേക്കുള്ള ട്രാൻസിഷൻ നമ്മളെ ഒരേ സമയം വിഷമത്തിലാക്കുകയും ചെയ്യും, അതേസമയം ഇതാണ് ജീവിതത്തിന്റെ റിയാലിറ്റി എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അന്ന് ആ നിമിഷം വരെ എന്റെ ഹൃദയം അത്രത്തോളം ശക്തിയിൽ ഒരിക്കലും ഇടിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വേറെ ഒരു ലോകത്തായിരുന്നു എന്ന് പറയാം. അല്ല റോസ്, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ച്? അയ്യടാ മോനെ, എന്താ അവന്റെ ഒരു ആക്രാന്തം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ വേറെ ഒന്നും നടന്നില്ല. ജാക്ക് ഒരു മാന്യനായിരുന്നു, ഒരു ആർട്ടിസ്റ്റ്. അവനോട് ഞാൻ എന്റെ പടം വരയ്ക്കാൻ പറഞ്ഞു, അവൻ എന്റെ പടം വരച്ചു തന്നു. അത്രേ ഉള്ളൂ. ആ പടമാണ് നിങ്ങൾക്ക് ടൈറ്റാനിക് തേടിപ്പോയപ്പോ ആ പെട്ടിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. എന്തായാലും റോസിന്റെ ചിത്രം വരച്ചു കഴിഞ്ഞ് അവൾ എന്തോ എഴുതിക്കൊണ്ടിരിക്കുവാണ്. അതിന്റെ ഇടയ്ക്ക് റോസ് ജാക്കിന് ഹാർട്ട് ഓഫ് ദി ഓഷൻ ഡയമണ്ട് കൊടുത്തിട്ട് അതുകൊണ്ട് സേഫിൽ സൂക്ഷിച്ചു വെക്കാൻ പറയുന്നു. ജാക്ക് അതുപോലെ തന്നെ അത് അവിടെ കൊണ്ട് വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ലവ് ഇഷ്ടമല്ലാത്ത മിസ്റ്റർ ലവ് ജോയ് പാര വെക്കാൻ വേണ്ടി കാൾഡന്റെ അടുത്തേക്ക് വരുന്നു. കുറെ നേരമായിട്ട് റോസിനെ ആരും കണ്ടിട്ടില്ലെന്നാണ് ലവ് ജോയ് കാൾഡനോട് പറയുന്നത്. കാൾഡൻ പെട്ടെന്ന് ദേഷ്യത്തിലായി. നിങ്ങൾ എന്താ ലവ് ജോയ് പറയുന്നത്? ഇതൊരു കപ്പലാണ്, അവൾ എവിടെ പോവാനാ? എവിടെയാണെങ്കിലും പോയി കണ്ടുപിടിക്കുക എത്രയും പെട്ടെന്ന്. ലവ് ജോയ് റോസിനെ അന്വേഷിച്ചു പോയി. അതേസമയം നമ്മളുടെ കപ്പലിന്റെ ക്യാപ്റ്റനായിട്ടുള്ള മിസ്റ്റർ സ്മിത്ത് നൈസായിട്ട് ഒരു കട്ടൻ ചായയിൽ ഒരു നാരങ്ങയുടെ പീസൊക്കെ എടുത്തിട്ട് കുടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോ മഞ്ഞുമലയെ പറ്റി ചെറുതായിട്ട് പേടിയുള്ള ഒരു ഓഫീസർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നു. സാർ, ഇപ്പോ കടൽ എന്തൊരു ശാന്തമാണല്ലേ, തിരകളും ഇല്ല, കാറ്റും ഇല്ല, ഒരു ബഹളവും ഇല്ല, ഒന്നുമില്ല. അതെ അതെ, ആരാണ് ഇങ്ങനെ ഒരു യാത്ര ആഗ്രഹിക്കാത്തത്? പക്ഷെ സാർ, ഇത്രയും ശാന്തമായിട്ട് കിടക്കുന്ന കടലിൽ ഒരു മഞ്ഞുമല മുന്നിലേക്ക് വന്നാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. തിരകളുണ്ടെങ്കിൽ അത് മഞ്ഞുമലയിൽ വന്ന് ഇടിക്കുന്നത് നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോ അത് പറ്റില്ല. നിങ്ങൾ പേടിക്കേണ്ട ഓഫീസർ, ഒരു മഞ്ഞുമലയും ഉണ്ടാവില്ല. ടൈറ്റാനിക് ഇതേ വേഗത്തിൽ തന്നെ മുന്നോട്ട് കുതിച്ചു പായട്ടെ. അങ്ങനെ പറഞ്ഞ് മിസ്റ്റർ സ്മിത്ത് പോവുകയാണ്. പക്ഷെ ആ ഓഫീസർക്ക് ഇപ്പോഴും ഉള്ളി പേടിയുണ്ട്. നമ്മുടെ ലവ് ജോയ് ആണെങ്കിൽ റോസിനെ തപ്പി അവസാനം അവർ നിൽക്കുന്ന റൂമിലേക്ക് തന്നെ എത്തി. പക്ഷെ ആരോ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും റോസും ജാക്കും കൂടി അവിടെ ഓടി രക്ഷപ്പെട്ടു. ലവ് ജോയ് അവരെ കണ്ടു, അതുകൊണ്ട് അയാളും പിന്നാലെ ഓടി. അവര് ലവ് ജോയെ കളിയാക്കിക്കൊണ്ട് സ്പീഡിൽ ഓടി ഒരു ലിഫ്റ്റിലേക്ക് ചെന്ന് കയറി. ലിഫ്റ്റ് നേരെ താഴത്തെ ഫ്ലോറിലേക്കാണ് പോകുന്നത്. ലവ് ജോയ് വിടൂ, അയാൾ നേരെ കോണിപ്പടിക്കോട് ഓടി ഇറങ്ങി. പക്ഷെ അപ്പോഴേക്കും ജാക്കും റോസും വേറൊരു റൂമിലേക്ക് കയറി. അങ്ങനെ ലവ് ജോയെ വെട്ടിച്ച് അവരവസാനം ഏറ്റവും അടിയിലേക്ക് എത്തി. ഇനിയും അടിയിലേക്ക് പോയാൽ കൽക്കരി കത്തിക്കുന്ന സ്ഥലമാണ്. എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ടും പോകാമെന്ന് ജാക്ക് പറയുന്നു. അങ്ങനെ അവിടെ പണിയെടുക്കുന്ന ആൾക്കാരുടെ ഇടയിൽ കൂടെ ജാക്കും റോസ് ഓടിച്ചെന്ന് കയറുന്നത് ഒരു സ്റ്റോർ റൂമിലേക്കാണ്. അവിടെയുള്ള ആളുകളുടെ സാധനങ്ങളും വിലപിടിച്ച കാറുകളും ഒക്കെ കയറ്റി വെച്ചിരിക്കുന്നത് ആ റൂമിലാണ്. അവിടെ വിലപിടിച്ചൊരു ടാക്സി കാർ കാണുന്നുണ്ട്. ജാക്ക് ഒരു ടാക്സി ഡ്രൈവർ പോലെ റോസിന്റെ അടുത്ത് അഭിനയിക്കുവാണ്. യെസ് മാം, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയൂ, എങ്ങോട്ടായാലും ഞാൻ കൊണ്ടാക്കാം. എനിക്ക് നക്ഷത്രങ്ങളിലേക്ക് പോകേണ്ടത്, കൊണ്ടുപോകാൻ പറ്റൂ? അങ്ങനെ പറഞ്ഞ് റോസ് ജാക്കിനെ വലിച്ച് ആ കാറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. ഇപ്പൊ അവർ രണ്ടുപേരും മാത്രം. അവർ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് റോസ് ജാക്കിനോട് അവന്റെ കൈകൾ തന്റെ മേലെടുത്ത് വെക്കാൻ പറയുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം സ്നേഹത്തോടെ ശരീരം പങ്കുവയ്ക്കുന്നു. അവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. സമയം കടന്നുപോയി. ഈ സമയത്ത് ടൈറ്റാനിക്കിന്റെ ഏറ്റവും മുകളിൽ കാവൽക്കാരായിട്ടുള്ള രണ്ട് ഓഫീസർമാർ നിൽക്കുന്നുണ്ട്. ഇനി എങ്ങാനും മഞ്ഞുമല വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരവിടെ കയറി കാവൽ നിൽക്കുന്നത്. രണ്ടുപേരും ഇങ്ങനെ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ലവ് ജോയ് റോസിനെയും ജാക്കിനെയും കിട്ടിയില്ലെന്നുള്ള വിവരം കാൾഡനോട് പോയി പറയുന്നു. കാൾഡൻ നേരെ റൂമിലേക്ക് വന്ന് ലോക്ക് തുറന്നു നോക്കിയപ്പോൾ ആ സേഫ് ലോക്കറിന്റെ ഉള്ളിൽ ഹാർട്ട് ഓഫ് ദി ഓഷൻ എന്ന് പറയുന്ന ഡയമണ്ടും അതിന്റെ കൂടെ ജാക്ക് വരച്ചിരിക്കുന്ന റോസിന്റെ ചിത്രവുമാണ് വെച്ചിരിക്കുന്നത്. കൂടെ റോസ് ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. മിസ്റ്റർ കാൾഡൻ, ഇനി നിങ്ങൾ എന്നെ നോക്കണ്ട,
ഇവിടെ ആ ഡയമണ്ടും എന്റെ ഒരു ചിത്രവും ഇരിക്കുന്നുണ്ട്. ഇനി ഈ രണ്ടും കൂടി നിങ്ങൾക്ക് ഈ ലോക്കറിൽ വെച്ച് പൂട്ടി സൂക്ഷിക്കാം. ഇത് കണ്ട് കാൾഡന് ശരിക്കും ദേഷ്യം വന്നു. അപ്പൊ കാൾഡൻ വേറൊരു ഐഡിയ പുറത്തെടുക്കുകയാണ്. ജാക്കിനെയും റോസിനെയും പിടിക്കാൻ വേണ്ടി കപ്പലിലെ മറ്റു ഓഫീസേഴ്സിനെ കാൾഡൻ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ സ്റ്റോർ റൂമിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. കാരണം റോസും ജാക്കും നേരത്തെ തന്നെ അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി കപ്പലിന്റെ മുകളിലേക്ക് ഓടി കയറി വന്നു. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. ജാക്ക്, ഈ കപ്പൽ നിർത്തുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരും. നീ ശരിക്കുമാണ് പറയുന്നത് റോസ്. നീ അങ്ങനെ ചെയ്താൽ എല്ലാവരും നിനക്ക് വട്ടാണെന്ന് പറയും. പറഞ്ഞോട്ടെ, ചിലപ്പോൾ എനിക്ക് വട്ടായിരിക്കും, പക്ഷെ ഈ ലോകം മുഴുവൻ എനിക്ക് വട്ടാണെന്നും ഭ്രാന്താണെന്നും പറഞ്ഞാലും എനിക്ക് നിന്റെ കൂടെ വന്നേ പറ്റൂ ജാക്ക്. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നു. രണ്ടുപേരും ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള പ്രണയത്തിലാണ്. ഇത് ഓഫീസർ മർഡോക്കും കാണുന്നുണ്ട്, മുകളിൽ നിൽക്കുന്ന കാവൽക്കാരായിട്ടുള്ള ഓഫീസേഴ്സും കാണുന്നുണ്ട്. അവരതിൽ തെറ്റായിട്ടൊന്നും കാണുന്നില്ല. ഇത് കണ്ട് അവർക്ക് വരെ നാണം വന്നു പോയി. അങ്ങനെ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ കാവൽ നിൽക്കുന്ന ഓഫീസറുടെ മുഖം പെട്ടെന്ന് മാറാൻ തുടങ്ങി. ആ ഭാവമാറ്റം കണ്ട് നമ്മളുടെ നട്ടലിൽ നിന്ന് ഒരു തരിപ്പങ്ങോട്ട് കയറാൻ തുടങ്ങും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ടൈറ്റാനിക്കിന്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു പടുകൂറ്റൻ മഞ്ഞുമലയാണ്. അത് ആ ഓഫീസേഴ്സ് കണ്ടു കഴിഞ്ഞു. അവരാകെ പേടിച്ചു വിറച്ചു. അവരൊന്നും നോക്കാതെ പെട്ടെന്ന് മണി മുഴക്കുകയും ഫോൺ വിളിച്ചും ഈ കാര്യം ടൈറ്റാനിക്കിലെ മറ്റു ഓഫീസേഴ്സിനെ അറിയിക്കുന്നുണ്ട്. ഇപ്പൊ എന്താണ് ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് കപ്പൽ വളച്ചേ പറ്റൂ. അവർ പെട്ടെന്ന് ടൈറ്റാനിക്കിനെ കംപ്ലീറ്റ് ആയിട്ട് അടുത്തോട്ട് വളയ്ക്കാൻ തുടങ്ങി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഇവർ ഹൈ സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടത്തോട്ട് വളച്ചാലും കപ്പൽ നേരെ പോയി മഞ്ഞുമലയിൽ ഇടിക്കും. അതുകൊണ്ട് കപ്പൽ ഇടത്തോട്ട് വളയ്ക്കുന്നതിന്റെ ഒപ്പം അവർ ടൈറ്റാനിക്കിന്റെ സ്പീഡ് കുറയ്ക്കുന്നുണ്ട്. മാത്രമല്ല ടൈറ്റാനിക്കിന്റെ റിവേഴ്സ് ഗിയറിലിട്ട് അത് പിന്നോട്ട് കൊണ്ടുവരാനും നോക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കപ്പലാണ്. ഇതിന്റെ വേഗവും ദിശയും പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുത്ത ഒരു വിധത്തിൽ ടൈറ്റാനിക്കിനെ മഞ്ഞുമലയുടെ പാതയിൽ നിന്ന് മാറ്റുന്നുണ്ട്. എന്നാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചിരിക്കും. കപ്പലിന്റെ സൈഡ് ഭാഗം മഞ്ഞുമലയിൽ ചെന്നിരിക്കുന്നു. ആ കപ്പൽ മൊത്തത്തിൽ കുലുങ്ങാൻ തുടങ്ങി. എല്ലാ റൂമുകളും കുലുങ്ങി വിറച്ചു. ആർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ കപ്പലിന്റെ ഏറ്റവും അടിയിലെ നിലകൾ, അതായത് കപ്പൽ ഓടിക്കാൻ വേണ്ടി കൽക്കരിയിട്ട് തീ കത്തിക്കുന്ന റൂമുകളിലേക്കും സ്റ്റോർ റൂമുകളിലേക്കുമാണ് മഞ്ഞുമല തട്ടി തകർന്ന ഭാഗത്തെ വലിയ ദ്വാരങ്ങളിലൂടെ വെള്ളം ഇരച്ചു കയറി ചെല്ലുന്നത്. ഇത് ഓഫീസേഴ്സിന് മനസ്സിലായി. അതുകൊണ്ട് വെള്ളം മുകളിലേക്ക് വരാതിരിക്കാൻ അവർ ആ റൂമുകളിലെ വാതിലുകൾ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കുവാണ്. അവിടെ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ആളുകളെ പറ്റി അവരാരും ചിന്തിക്കുന്നില്ല. കുറെ പാവം ജോലിക്കാരൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പക്ഷെ കുറെ പേര് വാതിലടയുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ പറ്റാതെ അവിടെ കിടന്ന് മരിച്ചിട്ടുണ്ടാവും. ജാക്കിനെയും റോസിനെയും തേടി അങ്ങോട്ട് വന്ന രണ്ട് ഓഫീസേഴ്സും അവിടെ തന്നെ മരിച്ചു. വെള്ളം ഇങ്ങനെ ഇരച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. കപ്പലിലെ ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് അറിയാനേ പാടില്ല. ജാക്കും റോസും നിൽക്കുന്നത് ഇടിച്ച മഞ്ഞുമലയുടെ തൊട്ടടുത്താണ്. എന്നാലും അവർക്കൊന്നും പറ്റിയില്ല. കപ്പലിലേക്ക് വെള്ളം കയറുന്നുണ്ടെന്ന് അവർക്കും മനസ്സിലായിട്ടില്ല. ഓഫീസർ മർഡോക്ക് ആണെങ്കിൽ ആകെ വേർത്ത് കുളിച്ച് നിൽക്കുവാണ്. അപ്പോഴാണ് ക്യാപ്റ്റൻ സ്മിത്ത് അങ്ങോട്ട് വരുന്നത്. എന്താ അവിടെ സംഭവിച്ചത്? സാർ, നമ്മൾ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ ഒരു മഞ്ഞുമലയുണ്ടായിരുന്നു. ഞങ്ങൾ കപ്പൽ പരമാവധി അടുത്തേക്ക് വളച്ചു. കപ്പലിന്റെ വേഗം കുറച്ച് കപ്പൽ പിന്നോട്ട് കൊണ്ടുപോകാനും നോക്കി. പക്ഷേ കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ചു സാർ. ഉള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങി. ഞങ്ങൾ ഏറ്റവും അടിയിലെ നിലകളിൽ വാട്ടർ ടൈറ്റ് ഡോർ അടച്ചിട്ടുണ്ട്. വെള്ളം മുകളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി എന്താണ് സാർ ചെയ്യേണ്ടത്? ഇവിടുത്തെ വെള്ളത്തിന്റെ ആഴം എത്രയാണെന്ന് നോക്ക്. വെള്ളം കടക്കാത്ത രീതിയിൽ എല്ലാ ഡോറുകളും അടച്ചിട്ടുണ്ടായിരിക്കണം. ഈ സമയത്ത് ഫസ്റ്റ് ഫ്ലോറിലെ പണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവർ പേടിക്കുന്നുണ്ട്. പക്ഷെ ഓഫീസർമാർ വന്ന് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ തേർഡ് ക്ലാസ്സിലാണെങ്കിലോ അത് ഏറ്റവും അടിയിലായതുകൊണ്ട് അവിടേക്ക് പതുക്കെ വെള്ളം കയറി വരാൻ തുടങ്ങി. അവിടുത്തെ ആളുകളൊക്കെ പേടിച്ച് പെട്ടെന്ന് മുകളിലേക്ക് ഓടി കയറാൻ തുടങ്ങി. കുറെ എലികളും രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നുണ്ട്. കപ്പലിന്റെ നിർമ്മാതാവായിട്ടുള്ള ഇസ്മായിയും ആർക്കിടെക്ട് ആയിട്ടുള്ള ആൻഡ്രൂസും ക്യാപ്റ്റനെ കാണാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. എല്ലാവരും വളരെ ഭയത്തിലാണ്. ഈ സമയത്ത് തേർഡ് ക്ലാസ്സിലെ ആളുകൾ കപ്പലിന്റെ മുൻഭാഗത്തേക്ക് വന്നെങ്കിലും അവിടെ അവർക്ക് പ്രശ്നമൊന്നും ഉള്ളതായിട്ട് കാണാൻ പറ്റിയില്ല. അവിടെ വീണ് കിടക്കുന്ന മഞ്ഞുകട്ടകൾ അവർ തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മിസ്റ്റർ ആൻഡ്രൂസും ക്യാപ്റ്റനും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് റോസിനും ജാക്കിനും കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. ഇതിന്റെ ഇടയ്ക്കാണ് കാൾഡന്റെയും ലവ്ജോയുടെയും മറ്റൊരു ഗൂഢാലോചന. അവർക്ക് എങ്ങനെയെങ്കിലും ജാക്കിനെ കുടിക്കേ പറ്റൂ. അതുകൊണ്ട് റോസിനെയും അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഡയമണ്ടും കാണാനില്ലെന്ന് അവർ ഓഫീസർമാരോട് പറയുന്നു. ഈ സമയത്താണ് കപ്പലിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയ വിവരം പറയാൻ വേണ്ടി ജാക്കും റോസും കൂടി അങ്ങോട്ട് വരുന്നത്. ലവ്ജോയ് നൈസായിട്ട് ജാക്കിന്റെ മേൽ കിടക്കുന്ന കോട്ടിന്റെ ഉള്ളിലേക്ക് ഹാർട്ട് ഓഫ് ദി ഓഷൻ എന്ന് പറയുന്ന ഡയമണ്ട് മാല പതുക്കെ ഇട്ട് കൊടുക്കുവാണ്. ജാക്ക് അത് അറിഞ്ഞില്ല. അമ്മ, നമ്മൾ അപകടത്തിലാണ്. നമ്മൾ ഇവിടെ നിന്നാൽ ശരിയല്ല. അതെ, നമ്മൾ അപകടത്തിലാണ്. കാരണം ഇവിടെ മുഴുവൻ കള്ളന്മാരാണല്ലോ. എനിക്ക് പ്രിയപ്പെട്ട രണ്ട് വസ്തുക്കൾ കാണാതെയായി. ഒന്ന് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന റോസ്, അവളെ തിരിച്ചു കിട്ടി. പക്ഷേ വളരെ വിലപിടിപ്പുള്ള ഒരു ഡയമണ്ട് നെക്ലേസും കാണാതെയായി. അത് എവിടെയായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പെട്ടെന്ന് ഓഫീസർമാർ ജാക്കിന്റെ മേൽ കിടക്കുന്ന കോട്ട് എടുത്ത് പരിശോധിക്കുന്നു. അവർക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് കാണാതായെന്ന് കാൾഡൻ പറഞ്ഞ ആ ഡയമണ്ട് മാല കിട്ടുവാണ്. അങ്ങനെ ജാക്ക് എല്ലാവരുടെയും മുന്നിൽ ഒരു കള്ളനെ പോലെയായി. റോസ്, ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. അടിപൊളി, എല്ലാ കള്ളന്മാരും ഇങ്ങനെയൊക്കെ തന്നെ പറയാറ്. ഈ കള്ളന്മാരെ എങ്ങനെ വിശ്വസിക്കും? കാൾഡൻ, ജാക്ക് ഇങ്ങനെ ചെയ്യില്ല. ഞാൻ ഇത്ര നേരവും അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതെനിക്ക് അറിയാടി മോളെ. നീ അവന്റെ മുന്നിൽ തുണിയില്ലാതെ നിന്നില്ലേ? ആ സമയത്തായിരിക്കും അവനത് മോഷ്ടിച്ച്. ഈ കോട്ട് പോലും അവന്റെ അല്ല. ഇത് അവൻ കട്ടെടുത്തതാ. ആ കോട്ട് കട്ടെടുത്തവനാണോ ആ ഡയമണ്ട് കട്ടെടുക്കാൻ ബുദ്ധിമുട്ട്? റോസ്, ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോട്ട് മോഷ്ടിച്ചത്, വേറൊന്നിനു വേണ്ടിയല്ല. ഓ, എത്ര മാന്യനായിട്ടുള്ള കള്ളൻ. റോസ്, പ്ലീസ്, നീ ഇത് വിശ്വസിക്കരുത്. ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് ശരിക്കറിയാം. നിനക്ക് എന്നെ അറിയാം റോസ്. പ്ലീസ്, നീ ഇവർ പറയുന്നത് വിശ്വസിക്കരുത് റോസ്. പ്ലീസ് റോസ്, നീ മാത്രം എന്നെ അങ്ങനെ വിചാരിക്കരുത് പ്ലീസ്. പക്ഷെ റോസിന് ആ സമയത്ത് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജാക്കിനെ അവർ വിലങ്ങ് വെച്ച് കൂടെ കൊണ്ടുപോവാണ്. ഇപ്പൊ ക്യാപ്റ്റൻ സ്മിത്തും മിസ്റ്റർ ഇസ്മായിയും ആൻഡ്രോസും കൂടി ഈ കാര്യത്തിനെ പറ്റി ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു റൂമിലേക്ക് വന്നിരിക്കുവാണ്. ആൻഡ്രോസ് പറയുന്ന കാര്യങ്ങൾ കേട്ട് എല്ലാവരും ഞെട്ടിപ്പോയി. ക്യാപ്റ്റൻ, ടൈറ്റാനിക്കിന് നമുക്ക് എപ്പോഴാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? നമ്മളിങ്ങനെ യാത്ര മുടക്കി നിന്നാൽ ശരിയാവില്ല. ഈ ഒരൊറ്റ കാര്യം മതി ടൈറ്റാനിക്കിന്റെ എല്ലാ പേരും പോവാൻ. മിസ്റ്റർ ആൻഡ്രോസ്, നിങ്ങൾ എന്തോന്ന് പറയാതെ? സർ, ഇത് ടൈറ്റാനിക്കിന്റെ ബ്ലൂ പ്രിന്റ് ആണ്. ഇത് നോക്ക്. ഏറ്റവും അടിയിലെ അറകളിലേക്ക് വെള്ളം വിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ 5 അറകളിൽ വെള്ളം കയറിയാൽ പിന്നെ നമുക്ക് അതിനെ തടയാൻ പറ്റില്ല.
പറ്റില്ല. ആ വെള്ളം മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കും. പക്ഷെ ആൻഡ്രൂസ്, നമ്മൾക്ക് പമ്പ് ഉപയോഗിച്ച് കയറുന്ന വെള്ളത്തിനെ തിരിച്ച് കടലിലേക്ക് പമ്പ് ചെയ്ത് കളഞ്ഞൂടെ? യെസ് സർ, അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്താലും നമുക്ക് കുറച്ച് മിനിറ്റുകൾ കൂടുതൽ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഞാൻ പറയുന്നതിന് തെറ്റായിട്ട് എടുക്കരുത്. ഇതിനെ നമുക്ക് തടയാൻ പറ്റില്ല. ടൈറ്റാനിക് എന്തായാലും മുങ്ങിയിരിക്കും. പക്ഷെ മിസ്റ്റർ ആൻഡ്രൂസ്, ടൈറ്റാനിക് മുങ്ങില്ല. ടൈറ്റാനിക് ഒരിക്കലും മുങ്ങാത്ത കപ്പലല്ലേ? അങ്ങനെയല്ല സർ. ഈ ടൈറ്റാനിക് നിർമ്മിച്ചിരിക്കുന്നത് ഇരുമ്പും മരവും ഒക്കെ ഉപയോഗിച്ചാണ്. ടൈറ്റാനിക്കിന് മുങ്ങാൻ പറ്റും. അല്ല, തീർച്ചയായും മുങ്ങിയിരിക്കും. ഇത് ഞാൻ പഠിച്ച സയൻസ് വെച്ചാണ് പറയുന്നത്. ഇതിനെ തടയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഓഫീസർ ഡോക്, ഈ കപ്പലിൽ എത്ര യാത്രക്കാരുണ്ട്? സർ, കപ്പലിൽ ഇപ്പോൾ 2200 പേരുണ്ട്. 2200 ജീവനുകൾ. ഇനി എന്താണ് ചെയ്യേണ്ടത് സർ? ആൻഡ്രൂസ്, ഇനി നമ്മൾക്ക് എത്ര സമയം ബാക്കിയുണ്ട്? ക്യാപ്റ്റൻ, കൂടിപ്പോയി നമ്മൾക്കുള്ളത് 2 മണിക്കൂർ മാത്രമാണ്. ഇത് കേട്ട് ക്യാപ്റ്റന് പോലും പേടിയാവാൻ തുടങ്ങി. ഈ 2 മണിക്കൂർ കൊണ്ട് രക്ഷിക്കാനുള്ള കപ്പലുകളൊന്നും ഇങ്ങോട്ട് എത്താൻ പോകുന്നില്ല. എന്താ മിസ്റ്റർ ഇസ്മായി, നാളെ പത്രങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പുതിയ എന്തെങ്കിലും വലിയ വാർത്ത വേണമെന്നല്ല നിങ്ങൾ പറഞ്ഞത്? എന്തായാലും പത്രക്കാർക്ക് കൊടുക്കാനുള്ള ഒരു നല്ല വാർത്ത കിട്ടിയിട്ടുണ്ട്. ടൈറ്റാനിക് മുങ്ങാൻ പോവാണ്. ഈ സമയത്ത് നമ്മുടെ കാൾഡൻ ആണെങ്കിൽ റോസിനോട് ഭയങ്കരമായിട്ട് ദേഷ്യം വെച്ച് പെരുമാറുവാണ്. അയാൾ വന്ന ഉടനെ റോസിന്റെ മുഖത്തിട്ട് നല്ലൊരു അടി വെച്ച് കൊടുത്തു. എന്താ റോസ്, നിനക്ക് ഇഷ്ടമുള്ള പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നാണ് വിചാരം? നിന്നെ കാണാൻ സൗന്ദര്യമുള്ളതുകൊണ്ടും നീ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും മാത്രമാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചത്. പക്ഷെ നിന്റെ സ്വഭാവം ഇത്ര മോശമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ പോലെ പെരുമാറിക്കൂടെ നിനക്ക്? ഞാൻ സംസാരിക്കും, എന്റെ മുഖത്തേക്ക് നോക്ക്. റോസ് കരയാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു ഓഫീസർ അങ്ങോട്ട് കയറി വരുന്നത്. അയാൾ വന്ന് ഇവരോട് പെട്ടെന്ന് ലൈഫ് ജാക്കറ്റുകളും വിലപിടിപ്പുള്ള വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കപ്പലിന്റെ ഏറ്റവും മുകളിലേക്ക് ചെല്ലാൻ പറയുവാണ്. അതുകൊണ്ട് തൽക്കാലം റോസ് കാൾഡന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ സമയത്ത് 3rd ക്ലാസ്സിലെ യാത്രക്കാരോടും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് പുറത്തേക്ക് വരാൻ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയുന്ന പോലെ എല്ലാവർക്കും രക്ഷപ്പെടാനായിട്ടുള്ള ലൈഫ് ബോട്ടുകൾ ഈ ടൈറ്റാനിക്കിൽ നിലവിലില്ല. മിസ്റ്റർ ആൻഡ്രൂസ് ഒന്ന് നോക്കുമ്പോൾ ഓഫീസേഴ്സ് എല്ലാവരും ലൈഫ് ബോട്ടുകൾ റെഡിയാക്കുന്ന പണിയിലാണ്. പക്ഷെ അവിടെ നോക്കിയപ്പോൾ അത് കയറാനുള്ള യാത്രക്കാരെ ഒന്നും കാണാനില്ല. അവരൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് പുറത്തെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരൊക്കെ വീണ്ടും ഉള്ളിലേക്ക് കയറിപ്പോയിരുന്നു. ഇനി 1-2 മണിക്കൂർ മാത്രമാണ് ടൈറ്റാനിക് മുങ്ങാൻ ബാക്കിയുള്ളൂ. ഇപ്പോഴും ആളുകളെ ലൈഫ് ബോട്ടിൽ കയറ്റി പുറത്തേക്ക് ഇറക്കി തുടങ്ങിയിട്ടില്ല. ഇത് മിസ്റ്റർ ആൻഡ്രൂസിനെ വല്ലാതെ പേടിപ്പിച്ചു. അദ്ദേഹം വാച്ചിലെ സമയം നോക്കിക്കൊണ്ട് വീണ്ടും ടൈറ്റാനിക്കിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുവാണ്. അദ്ദേഹം പണി കഴിപ്പിച്ച കപ്പലിന്റെ മനോഹരമായ ഉൾവശങ്ങളും അവിടുത്തെ യാത്രക്കാരെയും അവരുടെ സന്തോഷവും ഒക്കെ ആൻഡ്രൂസ് ഒന്നുകൂടി നോക്കി കാണുവാണ്. അതും വളരെ ഭയത്തോടെ. മണിക്കൂറുകൾക്കുള്ളിൽ ഇതൊക്കെ വെള്ളത്തിന്റെ അടിയിലാവും. അവിടെ ഒരു കൂട്ടം വയലിനിസ്റ്റുകൾ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി വയലിൻ വായിക്കുന്നുണ്ട്. യാത്രക്കാരൊക്കെ ലൈഫ് ബോട്ടുകളിൽ തണിഞ്ഞു കഴിഞ്ഞു. പക്ഷെ കാര്യത്തിന്റെ സീരിയസ്നെസ്സിനെ പറ്റി ആർക്കും ഇപ്പൊ ശരിക്കും അറിയില്ല. പെട്ടെന്ന് റോസ് ആൻഡ്രൂസിന്റെ അടുത്തേക്ക് വരുവാണ്. മിസ്റ്റർ ആൻഡ്രൂസ്, വെയിറ്റ്, എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ മഞ്ഞുമല ഞാൻ നേരിട്ട് കണ്ടിരുന്നു. അത് ഒരുപാട് വലുതായിരുന്നു. മാത്രമല്ല നിങ്ങളുടെ കണ്ണിലെ പേടിയും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദയവേത് എന്താണ് സംഭവിക്കുന്നതെന്ന് എന്നോട് കൂടി പറ. റോസ്, ഞാൻ പറയുന്നത് കേട്ട് പേടിക്കരുത്. 1-2 മണിക്കൂറിനുള്ളിൽ ടൈറ്റാനിക് തീർച്ചയായിട്ടും മുങ്ങും. ഈ കാണുന്നതൊക്കെ കടലിന്റെ അടിയിലേക്ക് പോകും. ഇതെല്ലാവരോടും പറഞ്ഞ് അവരെ പേടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളും പോയി എല്ലാവരോടും പറയരുത്. ലൈഫ് ബോട്ടുകൾ എവിടെയാണെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കൽ ചർച്ച ചെയ്തിരുന്നു. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയി അത് കയറിയിരിക്കാൻ നോക്ക്. മിസ്റ്റർ ആൻഡ്രൂസ്, നിങ്ങൾ എന്തായി പറയുന്നത്? എനിക്കിപ്പോ വിശദീകരിക്കാൻ സമയമില്ല. മിസ്റ്റർ കാൾഡൻ, ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. എത്ര പേർ രക്ഷപ്പെടുമെന്ന് പോലും എനിക്കറിയില്ല. ഈ സമയത്ത് മിസ്റ്റർ ലവ്ജോയും കൂടെയുള്ള ഓഫീസർമാരും ജാക്കിനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോയിരിക്കുന്നത് കപ്പലിന്റെ ഏറ്റവും അടിയിലുള്ള ഒരു റൂമിലേക്കാണ്. ജാക്കിനെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് ലവ്ജോയ് ഓഫീസർമാരെ പറഞ്ഞയക്കുന്നു. ഇപ്പൊ ജാക്കിനെ അവിടെയുള്ള ഒരു ചെറിയ തൂണിൽ വിലങ്ങ് കൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. കയ്യിലൊരു തോക്കും പിടിച്ച് ലവ്ജോയ് ജാക്കിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ലോക്കിന്റെ താക്കോൽ ഇരിക്കുന്നത് ലവ്ജോയുടെ കയ്യിലാണ്. ടൈറ്റാനിക്കിനെ സഹായിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള കപ്പലുകൾക്ക് സിഗ്നൽ അയക്കാൻ ക്യാപ്റ്റൻ ഓഫീസേഴ്സിനോട് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തെങ്കിലും തൊട്ടടുത്ത് ഒരേ ഒരു കപ്പലേ ഉള്ളൂ. കാർപ്പാത്തിയ എന്ന പേരുള്ള ഒരു കപ്പൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആ കപ്പൽ ഇങ്ങോട്ട് എത്താൻ 4 മണിക്കൂറെങ്കിലും എടുക്കും. അത് കേട്ട് ക്യാപ്റ്റൻ ഞെട്ടിപ്പോയി. കാരണം 2 മണിക്കൂറിനുള്ളിൽ ടൈറ്റാനിക് മുങ്ങിയിരിക്കും. പിന്നെയും 2 മണിക്കൂർ കഴിയുമ്പോഴാണ് രക്ഷിക്കാൻ വരുന്ന കപ്പൽ ഇങ്ങോട്ട് എത്തും. അപ്പോഴേക്കും എത്ര പേർ മുങ്ങുമെന്നും എത്ര പേർ മരിക്കുമെന്നും ക്യാപ്റ്റൻ ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല. താൻ ക്യാപ്റ്റനായിട്ടുള്ള അവസാനത്തെ യാത്ര ഇങ്ങനെയായി പോയല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ലൈഫ് ബോട്ടുകളുടെ കെട്ടൊക്കെ അഴിച്ചു കഴിഞ്ഞു. ഇനി ആളുകളെ കയറ്റിയിരുത്തി എത്രയും പെട്ടെന്ന് അവരെ രക്ഷിക്കാനുള്ള പുറപ്പാടിലാണ്. ക്യാപ്റ്റൻ, നമ്മൾക്ക് ആളുകളെ കയറ്റാറായി. ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും കയറ്റിയേ പോരെ? അവരാദ്യം രക്ഷപ്പെടുത്താം. ഓക്കെ ഓഫീസർ, ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും കയറ്റാം. അത് മതി. അങ്ങനെ ആ ഓഫീസർ പോയി ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും ലൈഫ് ബോട്ടിലേക്ക് കയറ്റാൻ തുടങ്ങി. അപ്പൊ എന്റെ ഒരു സംശയം, പുരുഷന്മാരുടെ ജീവൻ ഒരു വിലയില്ലേ? എന്തിനാണ് സ്ത്രീകൾ ആദ്യം കയറ്റുന്നത്? എവിടെയാണ് ഈക്വാലിറ്റി? പക്ഷേ കുഴപ്പമില്ല, ഇത് 1912 നടന്ന കാര്യമാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ഇന്നാണെങ്കിൽ ഒരു കപ്പൽ മുങ്ങുന്നതെങ്കിൽ പോലും ആദ്യം രക്ഷപ്പെടുത്താൻ പോകുന്നത് സ്ത്രീകളെയും കുട്ടികളെയും തന്നെയായിരിക്കും. നമ്മുടെ 2018 കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോൾ ആദ്യം മുൻഗണന കൊടുത്തത് സ്ത്രീകൾക്കും കുട്ടികൾക്കും തന്നെയായിരിക്കില്ലേ? അതിൽ പ്രശ്നമൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതങ്ങനെയാണ്. ഈ സമയത്താണ് പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം എല്ലാവർക്കും കാണാൻ പറ്റുന്നത്. ഇവരാദ്യം രക്ഷപ്പെടുത്താൻ നോക്കുന്നത് ഫസ്റ്റ് ക്ലാസ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന പണക്കാരായിട്ടുള്ള ആളുകളെയാണ്. 3rd ക്ലാസ്സിലുള്ള എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്നത് പോലും ഫസ്റ്റ് ക്ലാസ്സിലെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അവർ 3rd ക്ലാസിന്റെ വാതിൽ ഗേറ്റ് വെച്ച് അടയ്ക്കുവാണ്. കാരണം ഇവരെല്ലാവരും കൂടി മുകളിലേക്ക് ഇരച്ചു കയറി വന്നാൽ ആകെ തിരക്കും ബഹളവും. ആരെയൊക്കെ കയറ്റണം ആരെയൊക്കെ കയറ്റണ്ട ഇതൊന്നും മനസ്സിലാവില്ല. എന്തായാലും പണക്കാർക്കാണ് ഇവർ മുൻഗണന കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഗേറ്റ് അടച്ചു വെച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ 3rd ക്ലാസ്സിലെ യാത്രക്കാർക്ക് പേടിയാവാൻ തുടങ്ങി. ഞങ്ങൾക്കുള്ളതും ജീവൻ തന്നെയല്ലേ എന്നാണ് അവരെല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ ഓഫീസേഴ്സ് അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. ഈ കൂട്ടത്തിൽ നിന്നും പതുക്കെ പതുക്കെ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ടുപോകാനാണ് അവർ നോക്കുന്നത്. നമ്മളെ എന്താ മുകളിലേക്ക് കൊണ്ടുപോകാത്തതെന്ന് ചെറിയ 2 കുട്ടികൾ അവരുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പറയാൻ ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരെയും രക്ഷപ്പെടുത്തി കഴിഞ്ഞ് നമ്മളെയും കൊണ്ടുപോകുമെന്നാണ് ആ അമ്മ കുട്ടികളോട് പറയുന്നത്. ജാക്കിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ടോമിയും ഫെബ്രിസിയോയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഈ സമയത്ത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന വയലിനിസ്റ്റ്
വയലിനിസ്റ്റുകൾ കപ്പലിന്റെ മുകൾഭാഗത്തേക്ക് വരുവാണ്. എന്നിട്ട് വെഡിങ് ഡാൻസ് തീമിൽ ഒരു പാട്ട് വയലിനിൽ വായിക്കാൻ തുടങ്ങി. ഈ തിരക്കിന്റെ ഇടയ്ക്ക് ആളുകളുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇങ്ങോട്ട് രക്ഷിക്കാൻ വരുന്ന കപ്പലിന് ടൈറ്റാനിക് എവിടെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഇവർ ആകാശത്തേക്ക് വെടി പൊട്ടിക്കുന്നുണ്ട്. ആ ലൈറ്റ് കണ്ടാൽ കപ്പൽ ഏകദേശം എവിടെയാണെന്ന് രക്ഷിക്കാൻ വരുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ സമയത്താണ് ജാക്കിനെ പൂട്ടിയിട്ടിരിക്കുന്ന സെല്ലിന്റെ ജനലിൽ വെള്ളം തെളിഞ്ഞു കാണുന്നത്. അപ്പൊ ജാക്കിനും അടുത്തിരിക്കുന്ന ലവ്ജോയ്ക്കും കാര്യം മനസ്സിലായി. അധികം വൈകാതെ ഈ മുറികളിലേക്കും വെള്ളം കയറും. ലവ്ജോ ആണെങ്കിൽ ജാക്കിനെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു ബുള്ളറ്റ് എടുത്ത് ഇങ്ങനെ ഉരുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾക്ക് മനസ്സിലായി ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ അയാൾ വെള്ളം കുടിച്ച് ചാവുമെന്ന്. മോനെ ജാക്ക്, എനിക്ക് ഇവിടുന്ന് പോകാൻ സമയമായി. നീ തൽക്കാലം ഇവിടെ തന്നെ കിടക്ക്. പിന്നെ നീ ചെയ്ത കാര്യങ്ങൾക്ക് പകരമായിട്ട് നിനക്ക് തരാൻ ഒരു സമ്മാനം മിസ്റ്റർ കാൾഡൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ് മിസ്റ്റർ ലവ്ജോയ് ജാക്കിന്റെ വയറിനിട്ട് ഒരു നല്ല ഇടി വെച്ചു കൊടുത്തു. ജാക്കിനാകെ വയ്യാതെ അയാൾ ജാക്കിന്റെ വിലങ്ങിന്റെ താക്കോൽ പോലും ഇവിടെ വെക്കാതെ അത് പോക്കറ്റിലിട്ടുകൊണ്ട് കപ്പലിന്റെ മുകളിലേക്ക് പോവാണ്. ഒട്ടും മനുഷ്യത്വം ഇല്ലാത്ത ഒരാളാണ് ഈ പറയുന്ന മിസ്റ്റർ ലവ്ജോയ്. ഈ സമയത്ത് റോസിനും അമ്മയ്ക്കും ഒക്കെ ബോട്ടിലേക്ക് കയറാൻ സമയമായി. ഞാനും കൂടി കയറിക്കോട്ടെ എന്ന് കാൾഡൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും മാത്രമാണ് കയറ്റുമെന്നാണ് ഓഫീസർ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് റോസിന്റെ അമ്മയുടെ പൊങ്ങച്ചം പറച്ചിൽ. ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ. ഈ ലൈഫ് ബോട്ടുകൾ ഫസ്റ്റ് ക്ലാസ് എന്നും തേർഡ് ക്ലാസ് എന്ന് പറഞ്ഞ് വേർതിരിച്ചിട്ടില്ലേ? എനിക്ക് അവരുടെ കൂടെ ഒന്നും ഇരിക്കാൻ വയ്യ. ഭയങ്കര തിരക്കായിരിക്കും. എന്താ അമ്മ ഈ പറയുന്നത്? ഈ കപ്പൽ മുങ്ങാൻ പോവാണ്. അതിന്റെ ഇടയ്ക്കും അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ എങ്ങനെ തോന്നുന്നു? ഇവിടെ പകുതി പേർക്കുള്ള ലൈഫ് ബോട്ട് മാത്രമേ ഉള്ളൂ. ഈ കപ്പലിലെ പകുതി പേര് മുങ്ങി മരിക്കാൻ പോവാണ്. എന്തായാലും അത് നമ്മളെ പോലെ പണക്കാരായിരിക്കില്ല, മരിക്കുന്നത് അവരായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇത്രയും വൃത്തികെട്ട ഒരുത്തനാണ് കാൾഡൻ എന്ന് റോസ് അപ്പോഴാണ് തിരിച്ചറിയുന്നത്. നമ്മുടെ മോളി ബ്രൗൺ ലൈഫ് ബോട്ടിലേക്ക് കയറി. അത് കഴിഞ്ഞ് റോസിന്റെ അമ്മയായിട്ടുള്ള റൂത്തും ആ ലൈഫ് ബോട്ടിലേക്ക് കയറി. പിന്നെ കയറേണ്ടത് റോസ് ആണ്. എന്താ റോസ് നീ കയറാത്ത? നീ മറ്റവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണോ? നിന്റെ ആ തുണിയില്ലാത്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് നാളെ ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞ് ഇതിന്റെ വാർത്തയെടുക്കാൻ വരുന്ന പത്രക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊടുക്കത്തെ വില കിട്ടും. നിനക്കൊരു നാണോ ഇല്ലല്ലോടെ നായിന്റെ മോനെ. റോസ് പെട്ടെന്ന് അതിലേക്ക് കയറാൻ നോക്ക്. റോസ് നീ എന്താ സമയം കളയുന്നത്? പെട്ടെന്ന് ഇങ്ങോട്ട് കയറ്. റോസ് നീ ആരെ കാത്തു നിൽക്കുക? ഇങ്ങോട്ട് കയറാനാ പറഞ്ഞു. ഇല്ലമ്മേ, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, ഗുഡ് ബൈ. അങ്ങനെ പറഞ്ഞ് റോസ് ഓടാൻ നോക്കുവാണ്. പക്ഷെ കാൾഡൻ അവളുടെ കൈ കയറി പിടിക്കുന്നു. റോസ് നിക്ക്. ഒരു പണക്കാരിയായിട്ടുള്ള ജീവിതം വേണ്ടെന്ന് വെച്ച് ആ തെരുവ് തന്റെയോട് ജീവിക്കാനാണോ നീ പോകുന്നത്? അതിന് മാത്രം അവൻ എന്തുള്ളത്? നിനക്കില്ലാത്ത പലതും അവനുണ്ട്. നിനക്ക് സ്നേഹം പണത്തിനോട് മാത്രമാണ്. പക്ഷെ ജാക്ക് അങ്ങനെയല്ല. എനിക്ക് അവന്റെ കൂടെ ജീവിച്ചാൽ മതി. റോസിന് ശരിക്കും ദേഷ്യം വന്നു. അവൾ ജാക്ക് പഠിപ്പിച്ചു കൊടുത്ത പോലെ കാൾഡന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുവാണ്. കാൾഡൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. റോസ് പെട്ടെന്ന് ഓടിപ്പോയി ജാക്കിനെ കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ജാക്കിന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. അവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് വന്ന് രക്ഷിക്കാനായിട്ട് അവിടെ കിടന്ന് അലറുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്ത് നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. കാരണം അവിടെയുള്ള റൂമുകളിലേക്കൊക്കെ പതുക്കെ പതുക്കെ വെള്ളം കയറാൻ തുടങ്ങി. മിസ്റ്റർ ആൻഡ്രൂസ് ആണെങ്കിൽ ഓരോ റൂമിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ച് അവരോടൊക്കെ നേരെ കപ്പലിന്റെ മുകളിലേക്ക് പോയി രക്ഷപ്പെടാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് റോസ് അങ്ങോട്ട് ഓടി കയറി വരുന്നത്. റോസ്, നിന്നോട് ഞാൻ നേരത്തെ പോകാൻ പറഞ്ഞതല്ലേ, നീ എന്താ ചെയ്യുന്നത്? മിസ്റ്റർ ആൻഡ്രൂസ്, എനിക്കൊരു കാര്യം അറിയണം. ഇവിടെ എന്തെങ്കിലും കുറ്റം ചെയ്യുന്നവരെയും കള്ളന്മാരെയും ഒക്കെ എവിടെ കൊണ്ട് പൂട്ടിയിടുക? റോസ്, ഇവിടെ നിന്ന് സമയം കളയാതെ പെട്ടെന്ന് പോയി രക്ഷപ്പെടാൻ നോക്ക്. നോ മിസ്റ്റർ ആൻഡ്രൂസ്, നിങ്ങൾ എന്നെ സഹായിച്ചാലും ഇല്ലെങ്കിലും ശരി, എത്ര സമയം എടുത്താണെങ്കിലും എനിക്ക് ജാക്കിനെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടുന്ന് ലിഫ്റ്റ് കയറി താഴേക്ക് പോവാ. എന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് തിരിയുക, വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിയുക, പിന്നെ വലത്തോട്ട് ചാടി ഞെരിഞ്ഞമർന്ന് നേരെ മുകളിലേക്ക് നോക്കുക. ഏകദേശം ഇങ്ങനെ മനസ്സിലാവാത്ത പോലെയാണ് ആൻഡ്രൂസ് പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും റോസ് ലിഫ്റ്റ് കയറി താഴേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ റോസിനെ കടത്തി വിടുന്നില്ല. റോസ് അയാളെ പീഡിപ്പിച്ച് ഒരു വിധത്തിൽ ഏറ്റവും അടിയിലേക്ക് എത്തി. പക്ഷെ അപ്പോഴേക്കും ലിഫ്റ്റിലേക്ക് വെള്ളം വന്ന് കയറാൻ തുടങ്ങി. റോസ് ഇറങ്ങി കഴിഞ്ഞപ്പോ ആ ഓഫീസർ പേടിച്ച് വീണ്ടും ലിഫ്റ്റ് കയറി മുകളിലേക്ക് പോവാണ്. പക്ഷെ റോസിന് എങ്ങനെയെങ്കിലും ജാക്കിനെ രക്ഷിച്ചു പറ്റൂ. ജാക്ക് നിൽക്കുന്ന റൂമിലേക്ക് പതുക്കെ വെള്ളം വരച്ച് കയറാൻ തുടങ്ങി. അവനാകെ പേടിയായി. കൈ കെട്ടിയിരിക്കുന്ന വിലങ്ങാണെങ്കിൽ അഴിക്കാനും പറ്റുന്നില്ല. ഈ സമയത്ത് റോസ് ജാക്കിന്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ട് അവിടുത്തെ ഓരോ ഇടനാഴികളിൽ കൂടെയും ഇങ്ങനെ ഓടി നടക്കുവാണ്. ഓരോ റൂമുകളിൽ നോക്കുമ്പോഴും അവിടെയൊന്നും അവൾക്ക് ജാക്കിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോ റോസ് ജാക്കിനെ വിളിക്കുന്ന ശബ്ദം അവന് കേൾക്കാൻ പറ്റി. അവനും തിരിച്ച് റോസിന്റെ പേര് വിളിക്കുവാണ്. അങ്ങനെ അവസാനം റോസ് ജാക്ക് നിൽക്കുന്ന റൂമിലേക്ക് എത്തി. അവിടെ ജാക്ക് ആണെങ്കിൽ പേടിച്ച് ഒരു മേശയുടെ മുകളിൽ കയറി നിൽക്കുവാണ്. റോസ് പെട്ടെന്ന് ഓടി വന്ന് ജാക്കിനെ കെട്ടിപ്പിടിക്കുന്നു. ഐ എം സോറി ജാക്ക്, നിന്നെ രക്ഷിക്കാൻ വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ ആ സമയത്ത് പറ്റിയില്ല. ഐ എം സോ സോറി. റോസ്, ആ മാല ഞാൻ മോഷ്ടിച്ചതല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. എനിക്കറിയാം ജാക്ക്, നീ അത് പറയേണ്ട ആവശ്യമില്ല. എനിക്ക് നിന്റെ വിശ്വാസമാണ്, അതുകൊണ്ടല്ല ഞാൻ നിന്നെ രക്ഷിക്കാൻ ഇങ്ങോട്ട് വന്നത്. റോസ്, ഇനി സമയം കളയാനില്ല. നീ എത്രയും പെട്ടെന്ന് തന്നെ വിലം കഴിക്കാൻ വേണ്ടി ഇതിന്റെ താക്കോല് കണ്ടുപിടിക്കും. ദേ അവിടെയുള്ള മേശയിലും ആ താഴെ കിടക്കുന്ന പെട്ടിയിലൊക്കെ നോക്ക്, എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ല ജാക്ക്, ഇതിലൊക്കെ നോക്കിയിട്ടും കാണാനില്ല. ഇനി എന്താ ചെയ്യാ? റോസ്, ഞാനല്ല മാല കട്ടെടുത്തെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അതെനിക്കറിയാം ജാക്ക്, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നീ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. താങ്ക് യു റോസ്. നീ താക്കോല് നോക്ക്, താക്കോല് പെട്ടെന്ന് നോക്ക്. ജാക്ക്, ഞാൻ എവിടെയൊക്കെ നോക്കി, ഇവിടെ താക്കോല് കാണാനില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യ് റോസ്, നീ വേഗം പോയിട്ട് എന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വാ. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, ഞാൻ നിന്നെ കാത്തിരിക്കും. പെട്ടെന്ന് ചെല്ല്. ഒരുപക്ഷെ ജാക്ക് അങ്ങനെ പറഞ്ഞത് റോസും കൂടി ഇവിടെ കിടന്ന് മരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും. റോസ് പെട്ടെന്ന് ജാക്ക് പറഞ്ഞ പോലെ വേറെ ആരെയെങ്കിലും സഹായത്തിന് വിളിക്കാൻ വേണ്ടി ഓടിപ്പോകുന്നു. റോസ് അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെയുള്ള ബൾബുകളൊക്കെ മിന്നി മിന്നി അണയാൻ തുടങ്ങി. റോസിന് ശരിക്കും പേടിയായി. എന്നാലും അവൾ ധൈര്യം കൈവിടാതെ ജാക്കിനെ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും കണ്ടെത്താൻ ഇങ്ങനെ ഓടുവാണ്. ഓരോ ഇടനാഴികളിൽ കൂടെ കയറുമ്പോഴും എങ്ങോട്ട് പോകണമെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും ഒരു ലക്ഷ്യവും ഇല്ലാതെ അവൾ ഓടി. ആരെങ്കിലും രക്ഷിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ടാണ് റോസ് ഓടുന്നത്. പക്ഷെ ഒരാളെ പോലും കാണാനില്ല.
കാണുന്നവരാണെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ്. അതിന്റെ ഇടയ്ക്ക് അവർക്ക് റോസ് പറയുന്നൊന്നും കേൾക്കാൻ നേരമില്ല. റോസ് ഒന്നാമത് പേടിച്ചിരിക്കുവാണ്. അതിന്റെ ഇടയ്ക്കാണ് അവിടുത്തെ ലൈറ്റുകളൊക്കെ അണയുന്നത്. ആകെ ഇരുട്ടായതോടെ റോസ് ശരിക്കും പേടിച്ച് അനങ്ങാൻ പറ്റാത്ത പോലെയായി. കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞ് ലൈറ്റ് വന്നപ്പോഴാണ് റോസിന് വീണ്ടും ആശ്വാസമായത്. പെട്ടെന്ന് ഒരു ഓഫീസർ അങ്ങോട്ട് ഓടി വരുവാണ്. അയാളുടെ കയ്യിൽ കുറെ ലൈഫ് ജാക്കറ്റുകൾ ഇരിക്കുന്നുണ്ട്. അയാൾ പെട്ടെന്ന് റോസിനെ പിടിച്ചു വലിച്ച് രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. റോസ് അയാളോട് പലവട്ടം അവിടെ താഴെ ഒരാൾ കുടുങ്ങി കിടക്കുന്നുണ്ട്, അയാളെ രക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആ ഓഫീസർ അതൊന്നും കേൾക്കാതെ റോസിന്റെ കൈ പിടിച്ചുകൊണ്ട് അവളെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അവസാനം റോസിന് ഒരു വഴിയില്ലാതെ അയാളുടെ മൂക്കിനിട്ട് ഒരു ഇടി കൊടുക്കേണ്ടി വന്നു. അയാളുടെ മൂക്ക് പൊട്ടി ചോര വരാൻ തുടങ്ങി. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ പോയി ചാവടി എന്ന് പറഞ്ഞ് ഓഫീസർ നേരെ മുകളിലേക്ക് കയറിപ്പോയി. അപ്പോഴാണ് റോസ് അവിടെ അടുത്ത് വെച്ചിരിക്കുന്ന ഒരു കോടാലി കാണുന്നത്. അവൾ ചില്ല് പൊട്ടിച്ച കോടാലി എടുത്ത് പെട്ടെന്ന് ജാക്കിന്റെ അടുത്തേക്ക് ഓടി. പക്ഷെ റോസ് നോക്കിയപ്പോ അവിടെ അടിയിലെ നിലയിലൊക്കെ വെള്ളം ഏകദേശം നിറഞ്ഞു കഴിഞ്ഞു. എന്നാലും റോസ് ധൈര്യം കൈവിടാതെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുവാണ്. വെള്ളത്തിന്റെ തണുപ്പ് റോസിനെ ശരിക്കും വേദനിപ്പിച്ചു. അവൾ ഒരു വിധത്തിൽ ജാക്കിന്റെ അടുത്തേക്ക് എത്തി. ജാക്ക്, ഈ കോടാലി കൊണ്ട് വെട്ടിയ ശരിയോ? അറിയില്ല റോസ്, അതിപ്പോ വെട്ടി നോക്കിയാൽ അറിയാൻ പറ്റൂ. ഓക്കെ, എന്നാ ഞാൻ നിന്റെ വിലം കഴിക്കാൻ പോവാ. വെയിറ്റ്, നിനക്ക് ശരിക്കും വെട്ടാൻ അറിയോ? ഇല്ലെങ്കിൽ എന്റെ കൈ പോവും. നീ ആദ്യം ആ അലമാരിയിൽ ഒന്ന് വെട്ടി നോക്ക്. റോസ് ആദ്യം വെട്ടിയപ്പോ ശരിയായി. യെസ് റോസ്, ഇനി ആ വെട്ടിയ സ്ഥലത്ത് തന്നെ ഒന്നുകൂടി തിരിച്ചു വെട്ട്, നിനക്ക് പറ്റുമോ നോക്കാം. പക്ഷെ ഈ വട്ടം വെട്ടുമ്പോ ആദ്യം വെട്ടിയ സ്ഥലത്ത് നിന്ന് കുറെ മാറി അങ്ങ് ദൂരെയാണ് റോസ് വെട്ടുന്നത്. ഇത് കണ്ടപ്പോ തന്റെ കൈ ഏകദേശം പോവെന്ന് ജാക്കിന് തോന്നി തുടങ്ങി. എന്നാലും കൈയല്ലേ പോവൂ, ജീവൻ ബാക്കി കിട്ടുമല്ലോ. അതുകൊണ്ട് ജാക്ക് റോസിനോട് തന്റെ വിലങ്ങിലിട്ട് വെട്ടാൻ പറയുന്നു. ജാക്ക്, എനിക്ക് പേടിയാവുന്നുണ്ട്. ഹേ റോസ്, നീ പേടിക്കണ്ട, നല്ല ശക്തിയിൽ ഒരൊറ്റ വെട്ട് നോക്കൂ റോസ്, നിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ്. അത് മതി, നീ വെട്ടിക്കോ. എന്തായാലും അവർക്ക് ഭാഗ്യമുണ്ടായിരുന്നു. റോസ് കറക്റ്റ് ആയിട്ട് വിലങ്ങിനിട്ട് വെട്ടി വിലങ്ങ് മുറിഞ്ഞ് ജാക്ക് രക്ഷപ്പെട്ടു. അവർക്ക് നല്ല സന്തോഷമായി. ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അതിന് എത്ര തണുപ്പുണ്ടെന്ന് ജാക്കിന് മനസ്സിലാവുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോ റോസ് വന്ന വഴിയൊക്കെ വെള്ളം നിറഞ്ഞു. അതുകൊണ്ട് അവര് കിട്ടിയ വഴിക്ക് പോവാണ്. അതേസമയം കപ്പലിന്റെ മുകൾ ഭാഗത്താണെങ്കിൽ കുറച്ച് ലൈഫ് ബോട്ടുകളിൽ ആളുകളെ കയറ്റി വിട്ടു കഴിഞ്ഞു. കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട് മോളി ബ്രൗൺ ശരിക്കും ഭയന്നുപോയി. ആദ്യം സ്ത്രീകളെയാണല്ലോ കയറ്റുന്നത്. പക്ഷെ ചില സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ പിരിയാൻ വയ്യ. അതുകൊണ്ട് അവർ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. എന്നാലും അവരുടെ ഭർത്താക്കന്മാരും ഓഫീസർമാരും ചേർന്ന് അവരെ നിർബന്ധിച്ച് ലൈഫ് ബോട്ടിലേക്ക് കയറ്റുന്നു. ലൗജോയ് പെട്ടെന്ന് ഓടിക്കയറി വന്ന് റോസിനെ എവിടെ നോക്കിയിട്ടും കാണാനില്ലെന്നുള്ള കാര്യം കാൾഡനോട് പറയുവാണ്. അയാളാകെ ടെൻഷനായി. ഇപ്പൊ സ്ത്രീകളെയും കുട്ടികളെയും മാത്രമാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കാൾഡനും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പൈസ കൊടുക്കുകയാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഓഫീസർ കാൾഡനെയും കയറ്റി വിടുമെന്നുള്ള കാര്യം ലൗജോയ് കാൾഡനോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഓഫീസറെ വശത്താക്കാൻ വേണ്ടി കുറെ പൈസ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയത്ത് ജാക്കും റോസും ഒരു വിധത്തിൽ ഏതോ ഒരു വാതിൽ തല്ലി പൊളിച്ച് ടൈറ്റാനിക്കിന്റെ മുകൾ ഭാഗത്തുള്ള ഒരു നിലയിലേക്ക് വരുവാണ്. ഹേയ്, നിങ്ങൾ എന്താ പിള്ളേരെ കാണിക്കുന്നത്? ഇത്രയും വിലപിടിപ്പുള്ള ടൈറ്റാനിക്കിന്റെ വാതിൽ നിങ്ങൾ അടിച്ചു പൊളിച്ചല്ലേ? ഇതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അപ്പോഴാണ് മിസ്റ്റർ ആൻഡ്രൂസ് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കാണുന്നത്. ഇവിടുന്ന് പോകുന്ന ലൈഫ് ബോട്ടുകളിൽ എത്ര പേരെ വെച്ച് പോവാമെന്ന് ഒരു കണക്കുണ്ടല്ലോ. അതിന്റെ പകുതിയുടെ പകുതി ആൾക്കാരെ പോലും ചില ലൈഫ് ബോട്ടുകളിൽ കയറ്റിയിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പൈസക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലെ യാത്രക്കാർക്ക് ഭയങ്കര സേഫ് ആയിട്ട് പണക്കാരോടൊപ്പം മാത്രം യാത്ര ചെയ്തു പോകണം. അതിനുവേണ്ടി അവർ ഓഫീസർമാർക്ക് പൈസ കൊടുക്കും. അപ്പൊ പൈസ കണ്ട് കണ്ണുമഞ്ഞളിക്കുന്ന ഓഫീസേഴ്സ് ഫസ്റ്റ് ക്ലാസ്സിലെ കുറച്ച് പേരെ മാത്രം കയറ്റി ആളെ തികയ്ക്കാതെ ലൈഫ് ബോട്ടുകൾ എടുത്ത് വെള്ളത്തിൽ കൂടെ വിടും. ഇത് കണ്ട് ആൻഡ്രൂസിന് ദേഷ്യം വന്നു. നിങ്ങൾ എന്താ ഓഫീസർ കാണിക്കുന്നത്? ഒരു ബോട്ടിൽ 65 പേർക്ക് വരെ ഇരിക്കാം. ഞാനിപ്പോ തന്നെ ഒരു ബോട്ടിൽ 20 പേരിരുന്ന് പോകുന്നത് കണ്ടു. വേറൊരു ബോട്ടിൽ വെറും 16 പേര്. വെറും 16 പേരെ കയറ്റിയാണ് നിങ്ങൾ ഒരു ബോട്ട് വിട്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്നത് ക്രൂരതയാണ്. രക്ഷിക്കാൻ പറ്റുന്ന അത്ര ആൾക്കാരെ രക്ഷിക്കാനല്ല നമ്മൾ നോക്കണ്ടേ? അത് പിന്നെ സാർ, ആൾക്കാരുടെ എണ്ണം കൂടിയ ബോട്ട് തകർന്നാലെന്ന് വിചാരിച്ചിട്ടാ, അല്ലാതെ പൈസ മേടിച്ച് പോക്കറ്റ് വെച്ചിട്ടല്ല അല്ലേ? ഇനി മേലെ അങ്ങനെ ചെയ്യരുത്. പരമാവധി ആളുകളെ നിറച്ചിട്ട് വേണം ബോട്ടുകൾ ഇവിടുന്ന് വിടാൻ. മിസ്റ്റർ ആൻഡ്രൂസ് പറയുന്ന കേട്ട് ഓഫീസർ പരമാവധി സ്ത്രീകളെയും കുട്ടികളെയും ബോട്ടിൽ കയറ്റി വിടാൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് തേർഡ് ക്ലാസ്സിലുള്ള ചിലർക്ക് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായി. ഫസ്റ്റ് ക്ലാസ്സിലുള്ളവരെ മാത്രമാണ് ഇവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതും തേർഡ് ക്ലാസ്സിലുള്ളവരെ താഴെ പൂട്ടി വെച്ചുകൊണ്ട്. തേർഡ് ക്ലാസ്സിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും മാത്രം കയറ്റിവിടാൻ പറയുവാണ്. അതിനുവേണ്ടി ഗേറ്റ് തുറന്നപ്പോഴേക്കും സ്ത്രീകളും കുട്ടികളും മാത്രമല്ല ആണുങ്ങളും ഓടിക്കറി രക്ഷപ്പെടാൻ വേണ്ടി വരുവാണ്. ഇത് കണ്ട് ഓഫീസേഴ്സിന് ദേഷ്യം വന്നു. അവർ തേർഡ് ക്ലാസ്സിലുള്ളവരെ അടിച്ചു പിടിച്ചും വീണ്ടും ഗേറ്റിന്റെ അപ്പുറത്തേക്കാക്കി ഗേറ്റ് അടച്ചിരുന്നു. ടോമിക്ക് ദേഷ്യം വന്നു. എടാ നാറികളെ, ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രമല്ല സ്ത്രീകളും കുട്ടികളും ഉള്ളത്, ഇവിടെ താഴെ കുറെ സ്ത്രീകളും കുട്ടികളും ഉണ്ട്. ഞങ്ങൾ പാവപ്പെട്ടവരാണെന്ന് കരുതി എന്ത് ചെയ്യാമെന്ന് വിചാരിക്കരുത്. അങ്ങോട്ട് ഓടി വരുന്ന ജാക്കും റോസും അവരുടെ കൂട്ടുകാരായിട്ടുള്ള ഫാബ്രിസിയോയെയും ടോമിയെയും കണ്ടുമുട്ടുന്നു. പിന്നെ അവർ 4 പേരും കൂടി എങ്ങനെയെങ്കിലും മുകളിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ്. അവർക്ക് മാത്രം കടക്കാനല്ല, തേർഡ് ക്ലാസ്സിൽ പൂട്ടി വെച്ചിരിക്കുന്ന മറ്റുള്ളവരെയും അങ്ങോട്ട് കൊണ്ടുപോകാനാണ് അവർ ശ്രമിക്കുന്നത്. ജാക്ക് മറ്റൊരു ഭാഗത്തേക്ക് ഓടിച്ചെന്ന് കയറുമ്പോൾ അവിടെയും തേർഡ് ക്ലാസ്സുകാരെ മുകളിലേക്ക് പോകാൻ സമ്മതിക്കാതെ പൂട്ടി വെച്ചിരിക്കുവാണ്. പക്ഷെ അവിടെ കാവലിനായിട്ട് ഒരേ ഒരു ഓഫീസർ മാത്രമേ ഉള്ളൂ. ജാക്ക് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഈ ഗേറ്റ് തുറന്നു തരാൻ പറയുന്നു. പക്ഷെ ഓഫീസർ കേൾക്കുന്നില്ല. അപ്പൊ ജാക്കിന് ദേഷ്യം വന്നിട്ട് അവന്റെ ഫ്രണ്ട്സിന്റെ സഹായത്തോടെ അവിടെ ഇരിക്കുന്ന ഒരു വലിയ ബെഞ്ച് പൊക്കിയെടുത്ത് ആ ഗേറ്റിൽ ഇടിച്ചിടിച്ച് തുറക്കുവാണ്. ടോമിയുടെ ഒറ്റയിടിക്ക് അവിടെ നിന്നിരുന്ന ഓഫീസർ ബോധം കിട്ടു വീണു. അങ്ങനെ വാതിൽ തുറന്നു കിട്ടിയതോടെ തേർഡ് ക്ലാസ്സിലുള്ള ആൾക്കാരും കപ്പലിന്റെ മുകൾ ഭാഗത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ തേർഡ് ക്ലാസ്സിലുള്ളവർ വന്ന് ബോട്ടിൽ കയറാൻ വേണ്ടി ബഹളം വെച്ചതോടെ ഒരു ഓഫീസർ തോക്കെടുത്ത് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് അവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഒരൊറ്റ എണ്ണ പോലും അനങ്ങി പോവില്ല. ആരെങ്കിലും മുന്നോട്ട് വന്ന പട്ടികളെ വെടിവെച്ച് കൊല്ലുന്ന പോലെ ഞാൻ കൊല്ലും, മാറി നിൽക്കണം അങ്ങോട്ട്. പക്ഷേ ഓരോ നിലകളിലും തേർഡ് ക്ലാസ്സിലുള്ള എല്ലാവരെയും ഓഫീസേഴ്സിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അവരൊക്കെ ബോട്ടിലേക്ക് ചാടി കയറാൻ തുടങ്ങി. ചിലർ ദേഷ്യം വന്നിട്ട് ഈ ലൈഫ് ബോട്ടിന്റെ കയറ് മുറിക്കാനും തുടങ്ങി. എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. അതുകൊണ്ട് ഓഫീസേഴ്സിന് ആകാശത്തേക്ക് വെടിവെച്ച് അവരെയൊക്കെ പേടിപ്പിക്കേണ്ടി വന്നു. ജാക്കും റോസും കൂട്ടുകാരും കപ്പലിന്റെ മുകൾ ഭാഗത്തേക്ക് എത്തി. പക്ഷെ അവർ നോക്കിയപ്പോൾ കുറെ ലൈഫ് ബോട്ടൊക്കെ ഓൾറെഡി പോയി കഴിഞ്ഞു. നമ്മുടെ കാൾഡനും ലൗജോയും ആണെങ്കിൽ ഓഫീസറായിട്ടുള്ള മിസ്റ്റർ മഡോക്കിന് കുറച്ച് പൈസ
എടുത്തു കൊടുത്ത് അയാളെ വശത്താക്കുവാണ്. ആണുങ്ങളായിട്ടുള്ള ഇവർക്ക് രണ്ടുപേർക്കും ഏതെങ്കിലും ഒരു ലൈഫ് ബോട്ടിൽ കയറി രക്ഷപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് മിസ്റ്റർ മർഡോക്കിന് കാൾഡൻ പൈസ കൊടുക്കുന്നത്. മർഡോക്ക് ഒന്നും നോക്കാതെ പൈസ മേടിച്ച് പോക്കറ്റ് വെച്ചു. ഈ സമയത്ത് വയലിൻ വായിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് അവസാനം അത് മടുത്തു. അല്ല, നമ്മൾ എന്തിനാ ഈ വയലിൻ വായിക്കുന്നത്? ഒറ്റ ഒരുത്തം പോലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ വായിക്കുന്നത് കേൾക്കുന്നുമില്ല. അതിന് നമ്മൾ ഡിന്നറിന്റെ സമയത്ത് വായിക്കുമ്പോഴും ഇതാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ നോക്കാറില്ലല്ലോ. ചിലപ്പോൾ ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇതല്ലേ നമ്മളുടെ ജോലി, നമുക്കിത് ചെയ്യാം. അങ്ങനെ പറഞ്ഞ വയലിൻ വായിക്കുന്നവർ മറ്റൊരു പാട്ട് വായിക്കാൻ തുടങ്ങി. മിസ്റ്റർ മർഡോക്കിന്റെ കൂടെ ചെന്ന് കാൾഡനും ലവ്ജോയും കൂടി ഒരു ബോട്ടിലേക്ക് കയറാൻ പോവായിരുന്നു. പക്ഷെ അപ്പോഴാണ് ലവ്ജോയ് ഒരു കാര്യം പറയുന്നത്. റോസ് കപ്പലിന്റെ അപ്പുറത്തെ സൈഡിൽ വേറൊരു ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുന്നുണ്ട്, അതും ജാക്കിന്റെ കൂടെ. കാൾഡൻ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ഇപ്പൊ ബോട്ടിൽ കയറി രക്ഷപ്പെടണോ അതോ റോസിനെ തേടി പോകണോ? അയാൾക്കാകെ കൺഫ്യൂഷനായി. അപ്പോഴാണ് മിസ്റ്റർ മർഡോക്ക് ചോദിക്കുന്നത്, ബോട്ടിൽ ഇനിയും സ്ഥലമുണ്ട്, ഇനി ആരെങ്കിലും കയറാനുണ്ടോ? കയറാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കയറാം, വേണമെങ്കിൽ പുരുഷന്മാർക്കും കയറാം. മിസ്റ്റർ മർഡോക്ക് ഇങ്ങനെ പറയുന്നത് കാൾഡനെ ഉദ്ദേശിച്ചാണ്. അയാളുടെ കയ്യിൽ നിന്ന് മിസ്റ്റർ മർഡോക്ക് പൈസ മേടിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ കാൾഡൻ ആണെങ്കിൽ റോസിനെ വിട്ട് പോകാനും തോന്നുന്നില്ല. അതുകൊണ്ട് അയാൾ രക്ഷപ്പെടാനുള്ള അവസരം മിസ്സാക്കി റോസിന്റെ പിന്നാലെ പോകാൻ തീരുമാനിച്ചു. ഈ സമയത്ത് മിസ്റ്റർ ഇസ്മായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ ചുറ്റും ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ബോട്ടിലേക്ക് ചാടി കയറിയിരിക്കുന്നു. ഓഫീസർ മർഡോക്ക് മാത്രമാണ് ഈ കാഴ്ച കാണുന്നത്. പക്ഷെ അയാളൊന്നും പറഞ്ഞില്ല. ഒന്നുമല്ലെങ്കിലും ഈ കപ്പലുണ്ടാക്കാൻ വേണ്ടി കോടികൾ വാരിയെറിഞ്ഞ ആളാണല്ലോ ഈ പറയുന്ന ഇസ്മായി. ഇസ്മായി ഒന്നും അറിയാത്ത പോലെ ആ ബോട്ടിൽ കയറി അങ്ങനെ ഇരിക്കുവാണ്. ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അയാൾ ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കണം. അങ്ങനെ അങ്ങേരി ഇരിക്കുന്ന ബോട്ട് പതുക്കെ താഴേക്ക് ഇറക്കാൻ തുടങ്ങി. ഓഫീസർ മർഡോക്കിന്റെ കൺമുന്നിൽ നിന്ന് പോന്നപ്പോഴാണ് ഇസ്മായിക്ക് സമാധാനമാവുന്നത്. സ്വന്തം അച്ഛനെ പിരിഞ്ഞ് ബോട്ടിൽ കയറി പോകേണ്ടി വരുന്ന ചെറിയ കുട്ടികൾ അച്ഛനെ നോക്കി കരയുന്നുണ്ട്. ജാക്കും റോസും നിൽക്കുന്ന സ്ഥലത്തേക്ക് കാൾഡൻ ഓടി കയറി വരുന്നു. റോസ്, നീ ഈ ബോട്ടിലേക്ക് കയറ്, ഞാൻ പറയുന്നത് കേക്ക്. ഇല്ല ജാക്ക്, നീ ഇല്ലാതെ ഞാൻ പോവില്ല. അങ്ങനെ പറയില്ല റോസ്, ഇപ്പൊ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ കയറാൻ പറ്റൂ. നീ ദയവ് ചെയ്ത ബോട്ടിലേക്ക് കയറ്, പിന്നെ എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. നോ ജാക്ക്, നിന്നെ വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല. റോസ്, ജാക്ക് പറയുന്നത് ശരിയാണ്, നീ ബോട്ടിലേക്ക് കയറ്. എനിക്കും ജാക്കിനും രക്ഷപ്പെടാനുള്ള ബോട്ട് ഞാൻ അപ്പുറത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഞങ്ങൾ അത് കയറി വരാം. നീ തൽക്കാലം പോ, ബോട്ടിൽ കയറ്. അങ്ങനെ പറഞ്ഞ മിസ്റ്റർ കാൾഡൻ അയാൾ ഇട്ടിരിക്കുന്ന കോട്ടൂരി റോസിന്റെ മേലിട്ട് കൊടുക്കുന്നു. പോയിക്കോ റോസ്, കാൾഡൻ പറഞ്ഞു കേട്ടില്ലേ, ഞാൻ കാൾഡന്റെ കൂടെ വേറെ ബോട്ടിൽ വന്നോളാം, നീ ഇപ്പൊ രക്ഷപ്പെടാൻ നോക്ക് പ്ലീസ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജാക്ക് പോവാ? ഞാൻ അപ്പുറത്തുള്ള ഒരു ഓഫീസർക്ക് പൈസ കൊടുത്ത് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്, ഞാനും ജാക്കും അതിൽ കയറി വരാം, നീ പോവാൻ നോക്ക്. അതെ റോസ്, കാൾഡൻ പറയുന്നത് കേട്ടില്ലേ, അത് മതി, നീ പോയി രക്ഷപ്പെടും റോസ്. അങ്ങനെ മനസ്സിലാ മനസ്സോടെ അവൾ ജാക്കിന്റെ കൈ പിടിച്ച് ബോട്ടിലേക്ക് കയറുന്നു. ബോട്ട് താഴേക്ക് പോകുമ്പോഴും അവൾ ജാക്കിനെ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. നീ ഇത്രയും വലിയൊരു മണ്ടനായി പോയല്ലോ ജാക്ക്, അതിന് നിങ്ങൾ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഒരു ബോട്ടും റെഡിയാക്കിയിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. റോസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനും അത് സമ്മതിച്ച്. എന്റെ റോസിനെ രക്ഷിക്കാൻ നീ ആരടാ? ഈ കപ്പലിൽ നിന്ന് ഞാനും എനിക്ക് വേണ്ടപ്പെട്ടവനും രക്ഷപ്പെടും. ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചവനാണ് ജാക്ക്, ഞാൻ എപ്പോഴും ജയിക്കാൻ വേണ്ടി കളിക്കാറ്. അതിനി എന്ത് തറ കളി കളിച്ചിട്ടാണെങ്കിലും ശരി. ജാക്കിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന റോസിന് പെട്ടെന്ന് കരച്ചിൽ വരാൻ തുടങ്ങി. ജാക്ക് തന്നെ അവസാനമായിട്ട് നോക്കുന്നത് പോലെയാണ് റോസിന് തോന്നുന്നത്. ഇപ്പൊ ഈ ബോട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഒരിക്കലും ജാക്കിനെ കാണാൻ പറ്റില്ലെന്ന് റോസിനോട് ആരോ വിളിച്ചു പറയുന്നത് പോലെ അവൾ സമയം പാഴാക്കിയില്ല. അവൾക്ക് ജാക്കിനെ വിട്ടുപിരിയാൻ മനസ്സുണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് ബോട്ട് നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള നിലയിലേക്ക് ചാടി കയറാൻ ശ്രമിക്കുന്നു. അവൾ വീഴാൻ പോയെങ്കിലും ആ നിലയിൽ നിൽക്കുന്നവർ റോസിനെ അങ്ങോട്ട് പിടിച്ചു കയറ്റി. ഇത് കണ്ട് ജാക്കിന് സന്തോഷമാണോ സങ്കടമാണോ വന്നതെന്ന് പോലും മനസ്സിലായില്ല. അവൻ പെട്ടെന്ന് റോസിന്റെ അടുത്തേക്ക് ഓടുവാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഓടി വന്ന് വളരെ ആവേശത്തോടെ കെട്ടിപ്പിടിക്കുന്നു. റോസ്, റോസ്, നീ എന്ത് പണിയെ കാണിച്ചത്? നിന്നോട് അവിടെ നിന്ന് ചാടാൻ പറഞ്ഞേ? നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ആ നേരത്തെ ഞാൻ ഒന്നും ആലോചിച്ചില്ല ജാക്ക്, നീല പറഞ്ഞ് ഞാൻ ചാടി നീയും കൂടെ ചാടുമെന്ന്, അതുപോലെ നീ ഇല്ലാതെ ഞാൻ എങ്ങോട്ട് പോവില്ല. അങ്ങനെ പറഞ്ഞ അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നു. ഈ കാഴ്ച കണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് കരയേറായി നിൽക്കുന്ന നമ്മളുടെ കാൾഡനെ ലവ്ജോയ് ആശ്വസിപ്പിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുപോവാണ്. പക്ഷെ കാൾഡന്റെ ദേഷ്യം അങ്ങനെയൊന്നും അടങ്ങില്ല. കാൾഡൻ പെട്ടെന്ന് ലവ്ജോയുടെ കയ്യിൽ തോക്ക് തട്ടിയെടുത്ത് ജാക്കിനെയും റോസിനെയും വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പിന്നാലെ ഓടിക്കുന്നു. ജാക്കും റോസും അവിടെ നിൽക്കാതെ നേരെ കപ്പലിന്റെ അടിയിലേക്ക് ഓടാൻ തുടങ്ങി. കാൾഡനും പിന്നാലെ തന്നെയുണ്ട്. അവന്റെ ദേഷ്യം തീരുന്നത് വരെ അവരെ രണ്ടുപേരെയും കൊല്ലാൻ വേണ്ടി കാൾഡൻ വെടിവെച്ചുകൊണ്ടേയിരുന്നു. അവസാനം ആ തോക്കിൽ ഉണ്ട് തീർന്നിട്ടും കാൾഡന്റെ ദേഷ്യം തീർന്നില്ല. നീയൊക്കെ എന്ത് ചെയ്താലും ഈ കാൾഡന്റെ രോമത്തിൽ പോലും കൊള്ളില്ലടാ, എവിടെയെങ്കിലും പോയി നശിക്കും. ഇങ്ങനെ പറഞ്ഞ് കാൾഡൻ ദേഷ്യത്തോടെ കപ്പലിന്റെ മുകളിലേക്ക് കയറിപ്പോയി. ഭാഗ്യത്തിന് ജാക്കിനും റോസിനും ഒറ്റ വെടിയുണ്ട് പോലും കൊണ്ടില്ല. പക്ഷെ രണ്ടുപേരും കപ്പലിന്റെ അടിത്തട്ടിലേക്ക് പോയി പെട്ടു. അപ്പോഴാണ് കാൾഡൻ അയാൾ ചെയ്ത വലിയൊരു മണ്ടത്തരം ഓർമ്മിക്കുന്നത്. ലവ്ജോയ് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ കാൾഡൻ ഭ്രാന്ത് പിടിച്ചതുപോലെ പറയാൻ തുടങ്ങി. എനിക്കൊരു തെറ്റുപറ്റി. ഞാൻ നേരത്തെ റോസിന് തണുക്കാതിരിക്കാൻ എന്റെ കോട്ട് ഉരിയിട്ട് കൊടുത്തില്ലേ, ആ കോട്ടിന്റെ പോക്കറ്റിലായിരുന്നു ആ ഡയമണ്ട് മാല. അതിപ്പോ അവളുടെ കയ്യിലാ. അതെ, ഹാർട്ട് ഓഫ് ദി ഓഷൻ എന്ന് പറയുന്ന ഡയമണ്ട് നെക്ലേസ് കാൾഡൻ ഇട്ടിരുന്ന കോട്ടിന്റെ പോക്കറ്റിലായിരുന്നു. അത് കാൾഡൻ നേരത്തെ ഓർത്തില്ല. അതുകൊണ്ട് ആ കോട്ട് എടുത്ത് അവൻ റോസിന് ഇട്ട് കൊടുത്തു. ജാക്കും റോസും ഇപ്പൊ കപ്പലിന്റെ അടിത്തട്ടിലുള്ള ഒരു ഇടനാഴിയിലാണ്. അവര് നോക്കിയപ്പോ പല സൈഡിൽ നിന്നും വെള്ളം വരുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു കൊച്ചുകുട്ടി നിന്ന് കരയുന്നുണ്ട്. ആ കുട്ടിയുടെ തൊട്ടടുത്തുള്ള വാതിൽ വെള്ളത്തിനെ തടഞ്ഞു നിർത്തി വെച്ചിരിക്കുവാണ്. പക്ഷെ അധിക നേരമൊന്നും ആ വാതിലിനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജാക്ക് പെട്ടെന്ന് ഓടി ചെന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ട് എതിർദിശയിലേക്ക് ഓടി. അങ്ങനെ കുറച്ച് ഓടി ചെന്നപ്പോഴാണ് ആ കുട്ടിയുടെ അച്ഛൻ ഓടി വരുന്നത്. ഓടി വന്ന അച്ഛൻ ഒന്നും ആലോചിക്കാതെ ആ കുട്ടിയെ ജാക്കിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് അവിടെ പൊട്ടാറായി നിൽക്കുന്ന വാതിലിന്റെ അടുത്തേക്കാണ് ഓടി പോകുന്നത്. അങ്ങോട്ട് പോരുതെന്ന് ജാക്കും റോസും പറയുന്നുണ്ടെങ്കിലും അയാൾ അത് കേൾക്കുന്നില്ല. പെട്ടെന്ന് വാതിൽ പൊട്ടിത്തെറിച്ച് വെള്ളം ഉള്ളിലേക്ക് ഇരച്ചു കയറി വന്നു. ആ അച്ഛനും കുട്ടിയും ആ വെള്ളത്തിൽ പെട്ടുപോയി. ജാക്കും റോസും അതിൽ പെടാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ഓടുന്നുണ്ട്. പക്ഷെ അവസാനം വെള്ളം അവരുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ വെള്ളത്തിന്റെ ഒപ്പം ഒഴുകി പോയെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോ അവർക്ക് രണ്ടുപേർക്കും ഒരു സ്ഥലത്ത് പിടികിട്ടി. തൊട്ടടുത്ത് നോക്കിയപ്പോ കയറി ചെല്ലാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട്. പക്ഷെ അവിടെയും പൂട്ടി വെച്ചിരിക്കുവാണ്. അവർ തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. വെള്ളമാണെങ്കിൽ മുകളിലേക്ക് കയറിക്കൊണ്ടേയിരിക്കുന്നു. അവിടുത്തെ ലോക്ക് തുറക്കണമെങ്കിൽ അതിന്റെ താക്കോല് തന്നെ വേണം. പക്ഷെ ആ സമയത്താണ് അങ്ങോട്ടൊരു ഓഫീസർ ഓടിക്കേറി വരുന്നത്. അയാൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി രക്ഷപ്പെടാൻ നോക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് അയാൾ ജാക്കിനെയും റോസിനെയും കാണുന്നത്. എന്തായാലും ജാക്ക്
ജാക്കും റോസും സഹായിക്കാൻ പറയുന്നത് കേട്ട് അവരവിടെ വിട്ടിട്ട് പോകാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. അയാൾ ആ ഗേറ്റിന്റെ താക്കോലെടുത്ത് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് പേടി കൊണ്ട് കൈ വിറച്ചിട്ട് അത് തുറക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് താക്കോൽ അയാളുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീണുപോയി. പിന്നെ അയാൾക്ക് അവിടെ നിൽക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. അയാൾ സോറി പറഞ്ഞ് പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോയി. ജാക്ക് പിന്നെ കാത്തു നിന്നില്ല. അവൻ പെട്ടെന്ന് വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങി. കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിലും ആ താക്കോൽ കയ്യിലെടുത്ത് ഗേറ്റ് തുറക്കാൻ നോക്കുകയാണ്. വെള്ളം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കുവാണ്. അവരുടെ മൂക്ക് വരെ വെള്ളം എത്തി. രണ്ടുപേരും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ ഭാഗ്യത്തിന് അപ്പോഴേക്കും ജാക്കിന് ഗേറ്റ് തുറക്കാൻ പറ്റി. അവർ പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കടന്ന് വെള്ളമില്ലാത്ത ഭാഗത്തേക്ക് കയറി ചെല്ലുന്നു. ഈ സമയത്ത് തേർഡ് ക്ലാസ്സിലെ ആളുകളെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് കാരണം ഒരു ലൈഫ് ബോട്ട് താഴെ വീണ് കേടായി. ഓഫീസർ മർഡോക്ക് പോയി നോക്കിയപ്പോ വെള്ളം ഇരച്ചു കയറി മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ നിൽക്കുന്ന സ്ഥലം, അതായത് ടൈറ്റാനിക്കിന്റെ ഏറ്റവും മുകളിൽ വരെ വെള്ളം എത്താറായി. മർഡോക്കിനാകെ പേടിയായി. ഇനി എത്രയും പെട്ടെന്ന് പറ്റുന്നത്ര ആൾക്കാരെ രക്ഷിച്ചേ പറ്റൂ. പ്രശ്നം ഉണ്ടാക്കുന്നവരെ കൊന്നിട്ടായാലും വേണ്ടില്ല. ഓഫീസർ മർഡോക്ക് തേർഡ് ക്ലാസ്സിലെ ആളുകളുടെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി നിൽക്കാൻ പറയുന്നു. ടോമി ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ തോക്ക് കണ്ട് അവൻ പിന്നിലേക്ക് പോയി. ആ സമയത്താണ് കാൾഡൻ അങ്ങോട്ട് കയറി വരുന്നത്. ഓഫീസർ മർഡോക്ക്, ഞാനും നിങ്ങൾ തമ്മിൽ ഒരു ഡീൽ ഉണ്ടായിരുന്നു. ഞാൻ തനിക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നില്ലേ? എന്നെ കയറ്റി വിട്. എനിക്ക് തന്റെ കാശ് വേണ്ട, ഒന്നും വേണ്ട. ഈ കിടക്കുന്ന നോട്ടുകൾ വെച്ച് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പൈസ കൊടുത്താർക്കും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. മാറി നിന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വിടിയിക്കും. ഓഫീസർ മർഡോക്കിന് പേടികൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല, ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. ആ സമയത്താണ് ടോമി മർഡോക്കിന്റെ മുന്നിലേക്ക് കയറി വരുന്നത്. മർഡോക്ക് ഒന്നും ആലോചിക്കാതെ ടോമിയെ വെടിവെച്ചിട്ടു. ടോമി പിന്നെ അധികം നേരം ജീവിച്ചില്ല. ഇത് കണ്ട് ഫാബ്രിസിയോക്ക് ദേഷ്യം വന്നു. എല്ലാവരും ഓഫീസർ മർഡോക്കിനെ ഒരു കുറ്റക്കാരനെ പോലെയാണ് നോക്കുന്നത്. കുറ്റബോധം സഹിക്കാൻ പറ്റാതെ ഓഫീസർ മർഡോക്ക് സ്വയം തലയിലേക്ക് വെടിവെച്ച് ആത്മഹത്യ ചെയ്യുവാണ്. തലയിലേക്ക് വെടിവെച്ച് അയാൾ നേരെ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണു. ഇപ്പൊ കാൾഡനെ രക്ഷപ്പെടാൻ വേണ്ടി അവസാനത്തെ അടവും പുറത്തെടുക്കാൻ സമയമായെന്ന് മനസ്സിലായി. അയാൾ പെട്ടെന്ന് അവിടെ കണ്ടൊരു ചെറിയ കുട്ടിയെ കയ്യിലെടുത്ത് ബോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുവാണ്. അയ്യോ സാർ, എനിക്കൊരു ചെറിയ മോളുണ്ട്. എനിക്ക് ഈ ലോകത്ത് ഇവള് മാത്രമേ ഉള്ളൂ. ഇവൾക്ക് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. സാർ, എന്റെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ എങ്ങനെയും ഒന്ന് കയറ്റിവിടും. ഇത് കണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഓഫീസർ കാൾഡനെയും ആ ചെറിയ കുട്ടിയെയും കയറ്റി വിടുവാണ്. അത് ആരുടെ കുട്ടിയാണെന്ന് പോലും കാൾഡൻ അറിയില്ല. അങ്ങനെ ബുദ്ധി ഉപയോഗിച്ച് കാൾഡൻ രക്ഷപ്പെട്ടു. അയാളും ബോട്ടിൽ കയറി. ടൈറ്റാനിക് ഇപ്പോ ആകെ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. റോസും ജാക്കും കൂടി മുകളിലേക്ക് ഓടി കയറിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്താണ് റോസ് മിസ്റ്റർ ആൻഡ്രൂസിനെ കാണുന്നത്. ആൻഡ്രൂസ് ആണെങ്കിൽ ടൈറ്റാനിക്കിനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. മിസ്റ്റർ ആൻഡ്രൂസ്, നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ലല്ലോ. എനിക്ക് രക്ഷപ്പെടേണ്ട റോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത്രയും മോശം കപ്പലാണല്ലോ ഞാൻ ഉണ്ടാക്കിയത്. ഇത്രയും ഉറപ്പില്ലാത്ത കുറെ പേരുടെ മരണത്തിന് കാരണമാവുന്ന ഇങ്ങനെ ഒരു കപ്പലുണ്ടാക്കി ഞാൻ രക്ഷപ്പെടേണ്ട ആവശ്യമില്ല. റോസ്, എന്റെ ലൈഫ് ജാക്കറ്റ് നീ പിടിച്ചോ. നിനക്ക് ഭാഗ്യം മാത്രമേ വരൂ. പോയി രക്ഷപ്പെടും. റോസ് ആൻഡ്രൂസിനെ അവസാനമായിട്ടൊന്ന് കെട്ടിപ്പിടിക്കുവാണ്. ഈ കപ്പലുണ്ടാക്കി കുറ്റബോധം കാരണമാണ് ആൻഡ്രൂസ് രക്ഷപ്പെടാൻ ശ്രമിക്കാത്തത്. അങ്ങനെ ജാക്കും റോസും പിന്നെയും മുകളിലേക്ക് ഓടി. ചില വയസ്സായ ആളുകൾക്കാണെങ്കിൽ ഈ ബഹളമൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവരും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ മാന്യമായിട്ട് മുങ്ങി മരിക്കാൻ തയ്യാറായി നിൽക്കുവാണ്. വെള്ളം വിരച്ചു കയറി വരുന്നത് കണ്ട് ക്യാപ്റ്റൻ സ്മിത്തിനും പേടി തോന്നി. പെട്ടെന്ന് ഒരു ചെറിയ കുട്ടിയെ എടുത്ത് ഒരു സ്ത്രീ ഓടി വന്ന് ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് ക്യാപ്റ്റൻ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുവാണ്. പക്ഷെ ആ സ്ത്രീയോട് പറയാൻ ക്യാപ്റ്റൻ സ്മിത്തിന് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് താൻ എടുത്ത ചില തീരുമാനങ്ങൾ അവസാനം ഇങ്ങനെയായല്ലോ എന്ന് ഓർത്ത് അദ്ദേഹത്തിന് ഒരുപാട് കുറ്റബോധം തോന്നി. ആള് നോക്കിയപ്പോ ക്യാപ്റ്റന്റെ റൂമിലേക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓഫീസർ വെച്ച് നീട്ടി ലൈഫ് ജാക്കറ്റ് പോലും മേടിക്കാതെ അദ്ദേഹം ക്യാപ്റ്റന്റെ റൂമിലേക്ക് കയറി ചെന്ന് വാതിലടയ്ക്കുന്നു. അതിന്റെ അർത്ഥം ക്യാപ്റ്റൻ സ്മിത്തും അവിടെ വെച്ച് മരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സമയത്ത് മറ്റുള്ളവരുടെ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി അവിടെ വയലിൻ വായിച്ചുകൊണ്ട് നിന്ന കൂട്ടുകാർ തൽക്കാലത്തേക്ക് നിർത്തുവാണ്. കാരണം വെള്ളം കയറി വരുന്നത് അവരും കണ്ടു. ഇനിയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവന് പോകുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അവർ ഇത്രയും നേരം ഒരുമിച്ച് വയലിൻ വായിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് പല വഴിക്ക് പിരിയുവാണ്. പക്ഷേ അതിലൊരു വയലിനിസ്റ്റ് മാത്രം അവിടെ ഒറ്റയ്ക്ക് നിന്ന് വയലിൻ വായിക്കാൻ തുടങ്ങി. ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. ആ ഒറ്റയ്ക്ക് നിന്ന് വയലിൻ വായിക്കുന്ന ആൾ അയാളുടെ മരണം ഉറപ്പാണെന്ന് ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞു. അയാൾ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാൻ അയാളുടെ കൂട്ടുകാരായിട്ടുള്ള വയലിനിസ്റ്റുകൾക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് അവരും അങ്ങോട്ട് ചേർന്ന് വന്ന് എല്ലാവരും ഒരുമിച്ച് അവസാനമായിട്ട് ഒരു പാട്ട് വയലിനിൽ വായിക്കുവാണ്. ഇത് കണ്ട ശരിക്കും നമ്മൾക്ക് കരച്ചിൽ വരും. പക്ഷെ ഇനി കാണാൻ പോകുന്ന സീനുകൾ നമ്മളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. വെള്ളം റൂമിലേക്ക് കയറി വരുമ്പോഴും ക്യാപ്റ്റൻ സ്മിത്ത് അവസാനമായിട്ട് ആ റൂമിനെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഈ കപ്പൽ നിർമ്മിച്ച ആൻഡ്രൂസ് ആവട്ടെ അദ്ദേഹം ഡിസൈൻ ചെയ്ത ഈ കപ്പൽ അവസാനമായിട്ട് ഇങ്ങനെ കൺകുളിർക്കെ ഒന്നുകൂടി കണ്ടു നിൽക്കുവാണ്. അടുത്ത സീനി കാണുന്നത് വെള്ളം കയറി വരുന്ന റൂമിലേക്ക് മരണം സംഭവിക്കുന്ന ഉറപ്പിച്ചുകൊണ്ട് ഒരു വയസ്സായ ഭാര്യയും ഭർത്താവും തമ്മിൽ കെട്ടിപ്പിടിച്ച് കിടക്കയിൽ കിടക്കുന്നതാണ്. മരിക്കുമ്പോഴും ഒരുമിച്ച് മരിക്കാമെന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതല്ലാതെ അവർക്ക് വേറൊരു വഴിയുമില്ല. മറ്റൊരു റൂമിൽ ഒരു അമ്മ അവരുടെ 2 മക്കളെയും കഥ പറഞ്ഞ് ഉറക്കിയിരിക്കുവാണ്. ഈ ഉറക്കത്തോടെ അവരെ മരണം കൊണ്ടുപോകുമെന്ന് ആ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവർക്ക് വേറെ ഒരു വഴിയുമില്ല. അവരും മരണത്തിന് സ്വീകരിക്കാൻ റെഡിയായി. ലക്ഷങ്ങൾ വിലമതിക്കുന്ന പെയിന്റിങ്ങുകൾ ആർക്കും വേണ്ടാത്ത പോലെ വെള്ളത്തിൽ ഒഴുകി നടക്കുവാണ്. അങ്ങനെ ടൈറ്റാനിക്കിന്റെ മുൻഭാഗം മുഴുവൻ വെള്ളം കയറി ചെരിഞ്ഞ് താഴാൻ തുടങ്ങി. എല്ലാവരും മരണവെപ്രാളത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുവാണ്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നു. ചിലരാണെങ്കിൽ മരണം മുന്നിൽ കണ്ട് ധൈര്യത്തോടെ മരിക്കാൻ വേണ്ടിയിരിക്കുവാണ്. ഫാബ്രിസിയോ മരിച്ചു കിടക്കുന്ന ടോമിയുടെ ലൈഫ് ജാക്കറ്റ് അഴിച്ചെടുത്ത് അണിയാൻ നോക്കുന്നു. അതുപോലെ ഓരോരുത്തരും പരസ്പരം അടികൂടാൻ തുടങ്ങി. മറ്റുള്ളവരെ ബോട്ടിൽ നിന്ന് തള്ളി താഴിട്ട് സ്വയം രക്ഷപ്പെടാനും ചിലർ ശ്രമിക്കുന്നുണ്ട്. ഓഫീസർമാർക്കും പേടിയാവാൻ തുടങ്ങിയതോടെ അവരും എല്ലാം വിട്ടെറിഞ്ഞോടാൻ തുടങ്ങി. ഈ സമയത്ത് വയലിനിസ്റ്റുകൾ മാന്യമായിട്ട് വയലിൻ വായിക്കുന്നത് നിർത്തുവാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ കൂടെ ഈ ടൈറ്റാനിക്കിൽ ഓരോ വട്ടം വയലിൻ വായിക്കുമ്പോഴും ഞാൻ അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. അവസാനം നമ്മുടെ ജീവിതത്തിൽ ഈ അവസാനത്തെ ദിവസവും നിങ്ങളുടെ കൂടെ വയലിൻ വായിക്കാൻ പറ്റിയത് ഞാനൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ക്യാപ്റ്റൻ സ്മിത്തിന്റെ റൂമിലേക്ക് ചില്ലുകൾ പൊടിച്ചുകൊണ്ട് വെള്ളം ചാടി കയറി വന്നു. അദ്ദേഹം പെട്ടെന്ന് കപ്പൽ നിയന്ത്രിക്കുന്ന ചക്രത്തിലേക്ക് തന്റെ കൈകൾ രണ്ടും പിടിച്ചു നിൽക്കുവാണ്. അതായത് ഒരു ക്യാപ്റ്റൻ കപ്പൽ നിയന്ത്രിക്കുന്ന പോലെ
നിന്ന് മരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അദ്ദേഹം ക്യാപ്റ്റനായിട്ടുള്ള അവസാനത്തെ യാത്ര അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തന്നെ അവസാനത്തെ യാത്രയായിട്ട് മാറി. ബോട്ടിലേക്ക് കയറാൻ ശ്രമിക്കുന്നവരെ കാൾഡൻ ചവിട്ടി താഴേക്കിടുന്നുണ്ട്. കാൾഡൻ എപ്പോഴും അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ജാക്കും റോസും എങ്ങനെയെങ്കിലും ഈ കപ്പലിൽ കൂടുതൽ സമയം നിൽക്കാനാണ് ശ്രമിക്കുന്നത്. പെട്ടെന്ന് വെള്ളത്തിൽ വീണ പെട്ടെന്ന് മരിക്കും. കപ്പൽ ചെരിയുന്ന കണ്ട് പേടിച്ച് കുറെ പേർ താഴെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ തുടങ്ങി. കുറെ പേർ ആ ചെരുവിന്റെ ഒപ്പം വെള്ളത്തിലേക്ക് നിരങ്ങിപ്പോയി വീണു. ഉള്ളിലുള്ളവരാവട്ടെ വെള്ളം കയറി മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൈറ്റാനിക്കിന്റെ ഒരു വലിയ പുകക്കുഴൽ മേൽ വന്ന് വീണ് ജാക്കിന്റെ ഫ്രണ്ടായിട്ടുള്ള ഫാബ്രിസിയോയും അവിടെ വെച്ച് മരിക്കുവാണ്. ടൈറ്റാനിക്കിലെ ലൈറ്റുകളൊക്കെ പതുക്കെ പതുക്കെ അണയാൻ തുടങ്ങി. ഈ കപ്പലിന്റെ മുൻഭാഗത്ത് മുഴുവൻ വെള്ളം കയറിയതുകൊണ്ട് കപ്പലിന്റെ പിൻഭാഗം നേരെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് ആ ചെരിവിലൂടെ എല്ലാവരും ഇങ്ങനെ വീണുകൊണ്ടിരിക്കുവാണ്. ജാക്ക് റോസിന്റെ കൈ പിടിച്ച് താഴേക്ക് വീഴാതെ ഓടിക്കൊണ്ടിരിക്കുന്നു. ചുറ്റും നോക്കുമ്പോൾ മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നവരെയാണ് അവർക്ക് കാണാൻ പറ്റുന്നത്. ഒരു പള്ളിയിലച്ഛനും സംഘവും മരണത്തിനെ മുന്നിൽ കണ്ട് അവസാനമായിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഇതെല്ലാം കുറച്ചു കഴിയുമ്പോൾ അവസാനിക്കും, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. മരണം ഉറപ്പാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു സ്ത്രീ അവസാനമായിട്ട് റോസിനെ നോക്കി ഒരു തുള്ളി കണ്ണീർ പൊഴിക്കുന്നുണ്ട്. പരസ്പരം രക്ഷപ്പെടുത്താൻ വേണ്ടി അവർക്കൊന്നും തന്നെ ചെയ്യാനില്ല. ഇവിടെ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടതെന്ന് റോസ് ജാക്കിനോട് പറയുന്നു. ജാക്ക് അവളെ സ്നേഹത്തോടെ ഒന്നുകൂടി കിസ് ചെയ്യുവാണ്. കപ്പൽ കുത്തനെ മുകളിലേക്ക് ഉയർന്നു. എല്ലാവരും താഴേക്ക് നിരങ്ങി പോകാൻ തുടങ്ങി. കപ്പലിനുള്ളിലെ പാത്രങ്ങളും കട്ടിലുകളും മേശകളും കസേരകളും എല്ലാം വീണുടയാൻ തുടങ്ങി. തന്റെ മകൾ അവിടെ കിടന്ന് മരിക്കുവാണല്ലോ എന്നോർത്ത് റോസിന്റെ അമ്മ കരയാൻ തുടങ്ങി. മോളിക്കും ഈ കാഴ്ച കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. നമ്മളുടെ ഇസ്മായി ആവട്ടെ താൻ പണം മുടക്കി നിർമ്മിച്ച ഈ കപ്പൽ അവസാനം ഇങ്ങനെ ഒരു ദുരന്തത്തിലായല്ലോ എന്ന് വിചാരിച്ച് ആകെ വിഷമത്തിലാണ്. ഉള്ളിലുള്ള ഒരാൾ വയറിങ്ങി കയറി പിടിച്ച് ഷോക്ക് അടിച്ചതോടെ ടൈറ്റാനിക്കിലെ കംപ്ലീറ്റ് ലൈറ്റും പോയി. എല്ലാവരും പേടിച്ചലറാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് പിൻഭാഗത്തിന്റെ ഭാരം താങ്ങാൻ പറ്റാതെ ആ കപ്പൽ പകുതിക്ക് വെച്ച് പതുക്കെ മുറിയാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് പെട്ട് ലവ്ജോയ് മരിക്കുന്നുണ്ട്. അതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ മുൻഭാഗവും പിൻഭാഗവും കംപ്ലീറ്റ് ആയിട്ട് വേർപെട്ടിട്ടില്ല. നടുക്ക് വെച്ച് മുറിഞ്ഞപ്പോ പിൻഭാഗം നേരെ വന്ന് വെള്ളത്തിലേക്ക് അടിച്ചു വീഴുവാണ്. അതിന്റെ അടിയിൽപ്പെട്ട് വെള്ളത്തിൽ കിടന്നിരുന്ന കുറെ പേര് അപ്പൊ തന്നെ മരിച്ചു. രണ്ട് ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ട് വേർപെടാത്തതുകൊണ്ട് താഴ്ന്നു പോയ മുൻഭാഗം പിൻഭാഗത്തിന് വീണ്ടും കടലിന്റെ അടിയിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് പോവാണ്. കപ്പൽ വീണ്ടും കുത്തനെ പൊങ്ങി. ഇനി സമയം കളയാനില്ലെന്ന് ജാക്കിന് മനസ്സിലായി. അവൻ റോസിന്റെ കൈ പിടിച്ച് നേരെ താഴേക്ക് വീഴാത്തതുപോലെ നിൽക്കുവാണ്. ആ ഭാഗത്തേക്ക് കയറി നിൽക്കാത്ത എല്ലാവരും താഴേക്ക് വീഴാൻ തുടങ്ങി. ഇപ്പൊ കപ്പൽ മുഴുവനായിട്ട് മുങ്ങാൻ തുടങ്ങിയിരിക്കുവാണ്. ജാക്ക് റോസിനോട് പറയാൻ തുടങ്ങി, റോസ് ഈ കപ്പൽ മുങ്ങാൻ പോവാണ്, നീ എന്നെ വിശ്വസിക്ക്, എന്തു വന്നാലും എന്റെ കൈ വിടരുത്. മാത്രമല്ല കപ്പൽ മുങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ പറയുമ്പോൾ നീ ഒരു വലിയ ശ്വാസം എടുക്കണം, നമ്മൾ ഉറപ്പായിട്ട് രക്ഷപ്പെടും. അങ്ങനെ ടൈറ്റാനിക്കിന്റെ പിൻഭാഗവും കംപ്ലീറ്റ് ആയിട്ട് മുങ്ങി. ജാക്ക് പറഞ്ഞ പോലെ അവൻ ശ്വാസം എടുക്കാൻ പറഞ്ഞ സമയത്ത് റോസ് ഒരു ദീർഘശ്വാസം എടുക്കുന്നു. താഴേക്ക് മുങ്ങിയ കപ്പൽ വെള്ളത്തിന്റെ അടിയിലേക്ക് വലിച്ചുകൊണ്ടു പോവാണ്. അവർ കൈകൾ വിട്ടുപോകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ആ വെള്ളത്തിന്റെ ശക്തിയിൽ അവർ രണ്ടുപേരും വേർപെട്ടു പോയി. റോസ് വെള്ളത്തിന്റെ മുകളിലേക്ക് പൊങ്ങി. അവൾ ജാക്കിനെ ചുറ്റും നോക്കിയെങ്കിലും അവൻ അവിടെ എങ്ങും കാണാനില്ല. അവിടെയുള്ള എല്ലാവരും വെള്ളത്തിന്റെ തണുപ്പ് കാരണം നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് പറഞ്ഞതുപോലെ രക്തം വരെ ഐസാവുന്ന തണുപ്പാണ് ആ വെള്ളത്തിനുള്ളത്. പെട്ടെന്ന് പേടിച്ചേരേണ്ട ഒരാൾ അങ്ങോട്ട് വന്ന് രക്ഷപ്പെടാൻ വേണ്ടി റോസിന്റെ തലയിൽ പിടിച്ച് മുക്കി പൊങ്ങി നിൽക്കാൻ ശ്രമിക്കുവാണ്. റോസിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. പെട്ടെന്ന് ജാക്ക് അങ്ങോട്ട് കയറി വന്ന് അയാളെ ഇടിച്ചു തെറിപ്പിക്കുന്നു. എല്ലാവരും രക്ഷപ്പെടാൻ വേണ്ടി കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് റോസിനോട് തന്റെ കൂടെ നീന്തി വരാൻ പറയുന്നു. കുറച്ച് നീന്തി ചെന്നപ്പോ അവിടെ മരം കൊണ്ട് നിർമ്മിച്ചൊരു വാതിൽ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. ജാക്ക് നേരെ റോസിനെ അതിന്റെ മുകളിലേക്ക് കയറ്റി കിടത്തി. എന്നിട്ട് ജാക്കും കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജാക്ക് കയറുമ്പോ ആ വാതിൽ മറിഞ്ഞു പോവാണ്. അതുകൊണ്ട് ജാക്ക് അവൻ കയറാതെ റോസിനെ മാത്രം അതിൽ കയറ്റി കിടത്തുവാണ്. അവിടെയുള്ള ഒരു ഓഫീസർ അയാളുടെ കയ്യിലുള്ള വിസിലടിച്ചുകൊണ്ട് ബോട്ടുകളോട് തിരിച്ചു വരാൻ പറയുന്നുണ്ട്. പക്ഷെ ആരും തിരിച്ചു വരുന്നില്ല. റോസ് ഇപ്പൊ വെള്ളത്തിലല്ലാത്തതുകൊണ്ട് അവൾക്ക് അധികം തണുപ്പ് ഏൽക്കുന്നില്ല. പക്ഷെ ജാക്ക് ഇപ്പോഴും വെള്ളത്തിലാണ് കിടക്കുന്നത്. റോസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജാക്ക് അതിന്റെ മുകളിലേക്ക് കയറാത്തത്. ജാക്കും റോസും തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. റോസ് നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. നോക്ക്, അയാൾ വിസിലടിച്ച ബോട്ടുകളെ വിളിക്കുന്ന കണ്ടില്ലേ? കുറച്ച് കഴിയുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ബോട്ടുകൾ വരും. കുറച്ചു നേരം കൂടി നീ പിടിച്ചു നിൽക്ക്. ബോട്ട് എന്താണ് തിരിച്ചു കൊണ്ടുപോകാത്തെന്നുള്ള ഭാവത്തിൽ മോഡി ഓഫീസറെ നോക്കുന്നുണ്ട്. മാഡം, നിങ്ങൾ എന്നെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ബോട്ട് അങ്ങോട്ട് കൊണ്ടുപോയാൽ അവരൊക്കെ കൂടി ഈ ബോട്ട് പിടിച്ച് മറിക്കും. നമ്മൾ അവിടെ കിടന്ന് മരിക്കും. വേറെ ആരും ഓഫീസർ പറഞ്ഞതിനെ എതിർത്തില്ല. പക്ഷെ മോഡി മാത്രമാണ് ബോട്ട് തിരിച്ചു കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷെ ആരും മോഡിയെ സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ ആരും എന്താ ബോട്ട് തിരിച്ചുവിടാൻ പറയാത്തെ? നിങ്ങൾ ആരും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ചേട്ടന്മാരും അനിയന്മാരും ഭർത്താക്കന്മാരുമാണ് അവിടെ കിടന്ന് അലറി വിളിച്ച് തണുത്ത് മുങ്ങി മരിക്കുന്നത്. നിങ്ങൾക്കൊന്നും കണ്ണിച്ചോരിയില്ലേ? നിങ്ങളിപ്പോ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഈ ബോട്ടിൽ ഒരാളുടെ എണ്ണം കുറയും. നിങ്ങളെ ഞാൻ അടിച്ച് താഴെയിടും. ഞാൻ പറയുന്നത് കേട്ടാ മതി. ബോട്ട് ഇപ്പൊ തിരിച്ചു കൊണ്ടുപോകാൻ സൗകര്യമില്ല. ഞങ്ങൾക്കൊക്കെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ആ ബോട്ടുകളൊന്നും തിരിച്ചു പോയില്ല. പക്ഷെ ഒരു ഓഫീസർക്ക് മാത്രം കുറെ പേരെ വെറുതെ മരിക്കാൻ വിടാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അയാൾക്കൊരു ഐഡിയ തോന്നി. ആളുകൾ കുറവുള്ള ബോട്ടിലേക്ക് വേറെ ബോട്ടുകളിൽ നിന്ന് ആൾക്കാരെ കയറ്റുക. അങ്ങനെ ഫ്രീ ആവുന്ന ബോട്ടുകൾ കൊണ്ട് ബാക്കിയുള്ള കുറച്ചു പേരെങ്കിലും രക്ഷിക്കാനായിട്ട് തിരിച്ചു പോവുക. അയാൾ അതുപോലെ തന്നെ ചെയ്യുന്നു. സമയം കടന്നുപോയി. അവിടെ വെള്ളത്തിന്റെ തണുപ്പ് കാരണം നിലവിളിച്ചവരൊക്കെ പതുക്കെ ശാന്തരായി. ഭൂരിഭാഗം പേരും ആ വെള്ളത്തിന്റെ തണുപ്പ് കാരണം മരവിച്ച് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. റോസ വാതിലിന്റെ പുറത്ത് കിടക്കുന്നതുകൊണ്ട് അവൾക്കധികം തണുപ്പടിക്കുന്നില്ല. പക്ഷെ ജാക്ക് ആണെങ്കിൽ തണുത്ത് വിറച്ചുകൊണ്ടിരിക്കുവാണ്. അവന്റെ ശരീരമാകെ നീല നിറമാവാൻ തുടങ്ങി. അവന്റെ മുടിയിലും ശരീരത്തിലും ഉണ്ടായിരുന്ന വെള്ളമൊക്കെ തണുത്ത ഐസായി മാറി. ജാക്ക് ആരുടെയും ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഇങ്ങോട്ട് ആരും വരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. പേടിക്കേണ്ട റോസ്, അവരെ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് എത്തിക്കോളും. അവർക്ക് ആ ബോട്ടൊക്കെ ശരിയാക്കി എടുക്കാൻ എന്തായാലും കുറച്ച് സമയം എടുക്കുമല്ലോ. അവരെന്തായാലും വരും. ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് വേണം ഇതിനെപ്പറ്റി എനിക്കൊരു പരാതി കൊടുക്കാൻ. ഇവരെങ്ങനെയൊന്നും ചെയ്താൽ ശരിയാവില്ല. ഐ ലവ് യു ജാക്ക്, ഐ ലവ് യു സോ മച്ച്. നോ റോസ്, നീ എന്നോട് ഗുഡ് ബൈ പറയുവാണോ? നിനക്ക് ഗുഡ് ബൈ പറഞ്ഞ് മരിക്കാൻ സമയമായിട്ടില്ല. നീ ഇവിടുന്ന് രക്ഷപ്പെടും റോസ്. എന്നിട്ട് നീ ഒരുപാട് കാലം നന്നായിട്ട് ജീവിക്കണം. ഒരുപാട് കുട്ടികളുടെ അമ്മയായി അവരെയൊക്കെ വളർത്തി
വളർത്തി നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് അവസാനം ഒരു ചൂടുള്ള മെത്തയിൽ കിടന്നു വേണം നീ മരിക്കാൻ റോസ്. എനിക്ക് വാക്കുതാ, നീ ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ജീവിക്കുമെന്ന് എനിക്ക് വാക്കുതാ റോസ്. എനിക്ക് തണുത്തിട്ട് പാടില്ല ജാക്ക്. റോസ് ഇതിന് കുറച്ചു നേരം മാത്രമേ ഉള്ളൂ റോസ്. അത് കഴിഞ്ഞാൽ അവര് വന്ന് നിന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും. നീ വയസ്സായിട്ട് വേണം മരിക്കാൻ, ഒരു കിളവിയായിട്ട്. അങ്ങനെ മാത്രം നീ മരിക്കാൻ പാടുള്ളൂ, മനസ്സിലായോ? അത് മാത്രമല്ല റോസ്, എനിക്ക് ടൈറ്റാനിക്കിലെ ടിക്കറ്റ് കിട്ടിയതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ടാണ് എനിക്ക് ഈ കപ്പലിൽ കയറാനും നിന്നെ കാണും ദൈവത്തിനോട് നന്ദിയുണ്ടാവും റോസ്. നോക്ക്, ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നീ തോറ്റു കൊടുക്കരുത്. എനിക്ക് വേണ്ടി നീ ജീവിക്കണം, നീ നന്നായിട്ട് ജീവിച്ച് മരിക്കണം റോസ്. എനിക്ക് വാക്കുതാ, എനിക്ക് ഇപ്പൊ തന്നെ വാക്കുതാ. ആ വാക്ക് നീ തെറ്റിക്കരുത്. ഐ പ്രോമിസ് ജാക്ക്. ഞാൻ നീ പറഞ്ഞ പോലെയൊക്കെ ചെയ്യും, ഞാൻ നീ പറഞ്ഞ പോലെയൊക്കെ തന്നെ ജീവിക്കും ജാക്ക്. യെസ്, അതാണ് എന്റെ റോസ്. ഒരിക്കലും തോറ്റു കൊടുക്കരുത്. ഇല്ല ജാക്ക്, ഒരിക്കലും തോറ്റു കൊടുക്കില്ല, ഐ പ്രോമിസ്. അപ്പോഴേക്കും ജാക്കിന് ആകെ വയ്യാതെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഓഫീസർ ഇനി രക്ഷപ്പെടുത്താൻ ആരെങ്കിലും ജീവനോട് ബാക്കിയുണ്ടെങ്കിൽ അവരെയും കൊണ്ടുപോകാന്ന് വിചാരിച്ച് ആ ബോട്ടും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. പക്ഷെ ഒരാൾക്ക് പോലും അവിടെ അനക്കമില്ല. എല്ലാവരും മരവിച്ച് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഡെഡ് ബോഡികൾ തള്ളി നീക്കി ആ ബോട്ട് മുന്നോട്ട് പോയി. ഇനി ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് ആ ഓഫീസർ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഉത്തരവൊന്നും കേൾക്കുന്നില്ല. എല്ലാവരും മരവിച്ച് മരിച്ചു. ഡെഡ് ബോഡികൾ തള്ളി നീക്കി ആ ബോട്ട് മുന്നോട്ട് പോയി. തണുത്ത് മരവിച്ച് കിടക്കുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെയും അവരെ ചേർത്ത് പിടിച്ച് മരിച്ചു കിടക്കുന്ന അമ്മയെയും കണ്ടപ്പോഴാണ് ഇവർ ഒരുപാട് വൈകിപ്പോയെന്നുള്ള കാര്യം ആ ഓഫീസർക്ക് മനസ്സിലായത്. എന്നാലും അയാൾ കുറച്ചു നേരം കൂടി അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഒരുപാട് വൈകിപ്പോയി, എല്ലാവരും പെട്ടെന്ന് നോക്ക്. ഒരാളെങ്കിൽ ഒരാളെ നമ്മൾക്ക് രക്ഷപ്പെടുത്തി കൊണ്ടുപോയേ പറ്റൂ. റോസ് ആ മരത്തിന്റെ വാതിലിൽ ജാക്കിന്റെ കൈ പിടിച്ച് ആകാശത്തേക്ക് നോക്കി കിടക്കുകയാണ്. അവൾക്ക് അനങ്ങാനേ പറ്റുന്നില്ല. ശരീരം മുഴുവൻ മരവിച്ച് പോയിട്ടുണ്ടാവും. ജാക്ക് പറഞ്ഞതുപോലെ ഇത്രയും തണുപ്പിൽ ഒരാൾക്ക് ശരിക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ എന്തൊക്കെയോ പാടിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് റോസിന്റെ മുഖത്തേക്ക് ഒരു വെളിച്ചം വരുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ പതുക്കെ മരവിച്ചിരിക്കുന്ന തല ചിരിച്ചു നോക്കി. ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ബോട്ട് വന്ന് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ എന്ന് തെരയുന്ന കാഴ്ചയാണ് റോസ് അപ്പൊ കാണുന്നത്. അവൾക്ക് സന്തോഷമായി. എന്തായാലും ഇത്രയും നേരം ഇവർ രണ്ടുപേരും പിടിച്ചു നിന്നല്ലോ. ഇപ്പൊ ഒരു അവസാനം വിധിയെ പോലും തോൽപ്പിച്ച് രക്ഷപ്പെടാൻ പോവാണ്. അവൾ പെട്ടെന്ന് ജാക്കിനെ വിളിക്കാൻ തുടങ്ങി. ജാക്ക്, എനിക്ക് ജാക്ക്, നീ പറഞ്ഞ പോലെ ഒരു ബോട്ട് വന്നിട്ടുണ്ട് ജാക്ക് പ്ലീസ് വേക്ക് അപ്പ്. നമുക്ക് രക്ഷപ്പെടാൻ സമയമായി ജാക്ക് നിന്നോട് എനിക്കാണ് പറഞ്ഞത്. ഞാൻ ചാടി നീ കൂടെ ചാടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ രക്ഷിക്കാൻ ഒരു ബോട്ട് വന്നപ്പോ നീ എന്താ അടിക്കാത്ത ജാക്ക്? പ്ലീസ് വേക്ക് അപ്പ് ജാക്ക്. വേദനയോടെ റോസ് ആ സത്യം മനസ്സിലാക്കി. ജാക്കിന്റെ ജീവൻ അവന്റെ ശരീരം വിട്ട് പോയി കഴിഞ്ഞിട്ട് ഒരുപാട് നേരമായി. റോസിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജാക്ക് അവന്റെ ജീവൻ കളഞ്ഞത്. റോസ് അവന്റെ കൈവിടാതെ അവിടെ തന്നെ കിടന്ന് മരിക്കാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ കണ്ണടച്ചു കഴിഞ്ഞപ്പോ ജാക്ക് അവസാനമായിട്ട് പറഞ്ഞ കാര്യം അവളുടെ മനസ്സിലേക്ക് വരുവാണ്. ഒരിക്കലും തോറ്റു കൊടുക്കില്ലെന്നും ജാക്കിന് വേണ്ടി നന്നായിട്ട് ജീവിക്കുമെന്നും അവൾ ജാക്കിന് വാക്ക് കൊടുത്തിരുന്നു. അല്ലെങ്കിൽ ജാക്ക് അവളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിരുന്നു. അതുകൊണ്ട് മാത്രം റോസ് വീണ്ടും കണ്ണു തുറക്കുവാണ്. ജാക്ക് പറഞ്ഞ പോലെ അവൾക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. ജാക്കിന്റെ ജീവൻ പോയത് ഒരിക്കലും വെറുതെ ആവാൻ പാടില്ല. റോസ് തല ഉയർത്തി ആ ബോട്ടിലുള്ളവരോട് തിരിച്ചു വരാൻ പറയുന്നുണ്ട്. പക്ഷെ തണുത്തുറഞ്ഞിരിക്കുന്നതുകൊണ്ട് അവളുടെ ശബ്ദം ശരിക്ക് പുറത്തേക്ക് വരുന്നേയില്ല. പെട്ടെന്നാണ് അവിടെ തണുത്ത് മരവിച്ച് മരിച്ചിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് റോസ് നോക്കുന്നത്. അയാളുടെ വായിൽ വിസിലിരിക്കുന്നുണ്ട്. ജാക്കിന്റെ കൈ റോസിന്റെ കയ്യിൽ മരവിച്ചുറച്ചിരിക്കുവാണ്. അവൾ ജാക്കിന്റെ കൈ വേർപ്പെടുത്തി അവസാനമായിട്ട് അവന്റെ കയ്യിൽ ഒരു കിസ് കൂടി കൊടുത്ത ശേഷം നിനക്ക് തന്ന വാക്ക് ഞാൻ ഒരിക്കലും തെറ്റിക്കില്ലെന്ന് പറയുന്നു. ജാക്കിന്റെ ശരീരം ആ തണുത്തുറഞ്ഞു കിടക്കുന്ന കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്ന് മാഞ്ഞുപോയി. റോസ് പെട്ടെന്ന് മരവിച്ചിരിക്കുന്ന കൈയും കാലും ഒക്കെ ഇളക്കി വെള്ളത്തിലേക്ക് ഇറങ്ങി നേരെ അയാളുടെ അടുത്തേക്ക് നീന്തി ചെല്ലുവാണ്. എന്നിട്ട് അയാളുടെ വായിലിരിക്കുന്ന വിസിലെടുത്ത് റോസ് പറ്റുന്നത്ര ശബ്ദത്തിൽ വിസിലടിക്കാൻ തുടങ്ങി. ഇത് ഭാഗ്യത്തിന് ആ ബോട്ടിലുള്ളവർ കേൾക്കുന്നുണ്ട്. അവർ റോസിനെ കണ്ടെത്തി. ബോട്ട് തന്റെ അടുത്തേക്ക് വരുന്നത് റോസിന് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരത്തേക്ക് അവൾക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കാണുന്നത് റോസ് മുത്തശ്ശിയുടെ കണ്ണുകളാണ്. ഒരുപാട് കാലം മനസ്സിലുണ്ടായിരുന്ന ഒരു കഥ പറഞ്ഞു തീർത്ത ഫീൽ ആ കണ്ണുകളിൽ കാണാനായിട്ട് പറ്റും. ടൈറ്റാനിക് മുങ്ങിയ സമയത്ത് 1500 പേരാണ് വെള്ളത്തിലേക്ക് വീണത്. ആ വെള്ളത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി അലറിയും കൈയും കാലും ഇട്ടടിച്ചും കുറെ നേരം അവരൊക്കെ വെള്ളത്തിൽ കിടന്നു. ഞങ്ങൾക്ക് ചുറ്റും 20 ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരിച്ചു വന്നത് ഒരു ബോട്ടാണ്, ഒരേ ഒരു ബോട്ട് മാത്രം. എന്നെ അടക്കം രക്ഷപ്പെടുത്തിയതാവട്ടെ വെറും 6 പേര് മാത്രമാണ്. 1500-ലെ ബാക്കിയുള്ള എല്ലാവരും ആ കടലിൽ കിടന്ന് മരിച്ചു. ബോട്ടുകളിൽ രക്ഷപ്പെടുത്തി 700ഓളം പേർക്ക് പിന്നെ കുറെ നേരത്തേക്ക് കാത്തിരിപ്പിന്റെ നിമിഷങ്ങളായിരുന്നു. രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുമോ അതോ ഇവിടെ തന്നെ ഇരുന്ന് മരിക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ച് മനസ്സും ശരീരവും മരവിച്ചിരിക്കുന്ന കുറെ നിമിഷങ്ങൾ. മിസ്റ്റർ ഇസ്മായിയും എന്റെ അമ്മ റൂത്തും പിന്നെ മോളി ബ്രൗണും ഒക്കെ ആ സമയത്ത് എന്താണ് ആലോചിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിൽ ജാക്കിന്റെ മുഖം മാത്രമായിരുന്നു. അവന് കൊടുത്ത വാക്കും. അടുത്ത ദിവസം പുലർച്ചെയാവാറായപ്പോഴാണ് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കാർപ്പേത്തിയ കപ്പൽ അങ്ങോട്ട് എത്തിയത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. പക്ഷെ അവരെല്ലാവരും ആലോചിച്ചിട്ടുണ്ടാവും ആ കടലിൽ തണുത്ത് മുങ്ങി മരവിച്ച ആളുകളെ പറ്റി. എന്തൊക്കെ പറഞ്ഞാലും ബന്ധുക്കളെ മരണത്തിന് വിട്ടുകൊടുത്ത് രക്ഷപ്പെട്ടവരായിരുന്നു ഞങ്ങളെല്ലാവരും. അതിന്റെ കുറ്റബോധവും എല്ലാവർക്കും ഉണ്ടായിരുന്നിട്ടുണ്ടാവും. കപ്പലിലേക്ക് കയറാൻ സമയത്ത് കാൾഡൻ എന്നെ അവിടെയൊക്കെ നോക്കി. പക്ഷെ ഞാൻ അവന് മുഖം കൊടുത്തില്ല. അവൻ എന്നെ കണ്ടെത്താതിരിക്കാൻ ഞാൻ എല്ലാ തരത്തിലും ശ്രമിച്ചു. അവൻ തിരിച്ചുപോയി വലിയ കോടീശ്വരനൊക്കെ ആയി. പക്ഷെ 1929 അവന്റെ ബിസിനസ് ഒക്കെ പൊളിഞ്ഞപ്പോ സ്വന്തം വായിലേക്ക് വെടിവെച്ചു മരിച്ചു. അവൻ പണത്തിനെ സ്നേഹിച്ചു. പണം അവനെ വിട്ടുപോയപ്പോ അവനും അവന്റെ ജീവിതം വേണ്ടാതെയായി. എന്തായാലും കാൾഡനെ ഞാൻ അവസാനമായിട്ട് കണ്ടത്
കണ്ടത് അന്ന് ടൈറ്റാനിക് മുങ്ങിയ ദിവസമായിരുന്നു. അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരു ഓഫീസർ വന്ന് എന്നോട് പേര് ചോദിച്ചപ്പോൾ ഞാൻ ജാക്കിന്റെ പേര് കൂട്ടിച്ചേർത്ത് റോസ് ഡോസൻ എന്നാണ് എന്റെ പേര് പറഞ്ഞത്. അതിലെനിക്ക് ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു. ജാക്കിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവനെ കുറിച്ച് ഒരു രേഖയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. അവനെ പറ്റി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നീട് എന്റെ ഭർത്താവായ മനുഷ്യനോട് പോലും ഞാൻ ജാക്കിനെ പറ്റി പറഞ്ഞിട്ടില്ല. അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി. ഒരു സ്ത്രീയുടെ ഹൃദയം ഒരു കടൽ പോലെയാണ്. അതിന്റെ ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജാക്ക് എന്ന് പറയുന്ന ഒരുത്തൻ ജീവിച്ചിരുന്നെന്നും അവൻ കാരണമാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ ജീവനോടെ ഇരിക്കുന്നതെന്നും. ജാക്കാണ് എന്നെ രക്ഷിച്ചത്. ആ കടലിൽ നിന്നും അവന്റെ ജീവൻ പോലും കളഞ്ഞ് ജാക്ക് എന്നെ രക്ഷിച്ചത് ആ കടലിൽ നിന്ന് മാത്രമായിരുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെടാത്ത ആ ജീവിതത്തിൽ നിന്ന് കൂടിയാണ്. സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും അതെല്ലാവരോടും പറയാനും ജാക്കാണ് എന്നെ പഠിപ്പിച്ചത്. ജാക്കിന്റെ ഒരു ചിത്രം പോലും എന്റെ കയ്യിലില്ല. അവനിപ്പോ ജീവിക്കുന്നത് എന്റെ ഓർമ്മകളിൽ മാത്രമാണ്. റോസ് മുത്തശ്ശി കഥ പറഞ്ഞു നിർത്തി. ബ്രോക്ക് ഇപ്പൊ ഭയങ്കര നിരാശയിലാണ്. നിനക്കൊരു കാര്യം അറിയോ, 3 വർഷമായി ഞങ്ങൾ ആ ഡയമണ്ടിന് വേണ്ടി തെരച്ചിൽ തുടങ്ങിയിട്ട് കുറെ പൈസയും ചെലവാക്കി. പക്ഷേ ഇപ്പൊ നിന്റെ മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് ആ ഡയമണ്ട് എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അന്നത് ആ കടലിന്റെ ഉള്ളിലേക്ക് മുങ്ങിപ്പോയിട്ടുണ്ടാവും. ഇനി അതൊരിക്കലും ഞങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. എല്ലാം വെറുതെയായി. പക്ഷേ ഒരു കാര്യത്തിൽ സമാധാനമുണ്ട്. ഒരു പക്ഷെ ആ ഡയമണ്ടിനേക്കാളും വില മതിക്കുന്ന ഒരു കഥ നിന്റെ മുത്തശ്ശി പറഞ്ഞ് ഞങ്ങൾക്കൊക്കെ അറിയാൻ പറ്റി. അന്ന് രാത്രി റോസ് ആരും കാണാതെ ആ കപ്പലിന്റെ ഒരു അറ്റത്തേക്ക് വരുവാണ്. ടൈറ്റാനിക് മുങ്ങിയ സ്ഥലത്ത് തന്നെയാണ് ഈ കപ്പൽ ഇപ്പൊ നിൽക്കുന്നത്. റോസ് ഒന്നുകൂടി ഇരുണ്ട് മരവിച്ച് തണുത്ത് കിടക്കുന്ന ആ കടലിലെ വെള്ളത്തിലേക്ക് നോക്കി. അവർ പണ്ട് ജാക്കിന്റെ കൂടെ ടൈറ്റാനിക്കിൽ ചെയ്ത പോലെ ഈ കപ്പലിൽ പിടിച്ചു നിൽക്കുന്ന കമ്പികളിലേക്ക് കാലെടുത്ത് വെച്ച് കയറി നിൽക്കുന്നു. റോസ് തന്റെ കൈ തുറക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. ഹാർട്ട് ഓഫ് ദി ഓഷൻ എന്ന് പറയുന്ന ആ ഡയമണ്ട് ഇത്രയും കാലം റോസിന്റെ കൈ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ റോസ് അതൊരിക്കലും വിറ്റില്ല. അതാർക്കും കൊടുത്തിട്ടുമില്ല. അത് അവൾ സൂക്ഷിച്ചു വെച്ചു. റോസ് പെട്ടെന്ന് ആ ഡയമണ്ട് കടലിലേക്ക് എറിഞ്ഞിടുവാണ്. അത് കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോയി. അന്ന് രാത്രി റോസ് ജാക്ക് പറഞ്ഞതുപോലെ ഒരു ചൂടുള്ള മെത്തയിലാണ് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത്. അവിടെ റോസിന്റെ ഒരുപാട് ചിത്രങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള അവളുടെ ജീവിതമാണ് ആ ചിത്രങ്ങളിൽ കൂടെ നമ്മൾ കാണാൻ പറ്റുന്നത്. റോസ് അവൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചു. ജാക്ക് പറഞ്ഞതുപോലെ അവൾ ഒരിക്കലും ജീവിതത്തിൽ തോറ്റു കൊടുത്തില്ല. അവൾ ഒരു നാടക നടിയായി, വേറെ ആളെ വിവാഹം കഴിച്ചു, കുറച്ച് കുട്ടികളുടെ അമ്മയായി. അവൾ ഐസ് ഫിഷിംഗ് ചെയ്യാറുണ്ട്. അന്ന് ആഗ്രഹം പറഞ്ഞതുപോലെ അവൾ കുതിരയെ ഓടിച്ചു, വിമാനം വരെ ഓടിച്ചു, ഒരുപാട് യാത്രകൾ ചെയ്തു. ആരുടെ മുന്നിലും തലകുനിക്കാതെ ജാക്കിന് കൊടുത്ത വാക്ക് അവൾ പാലിച്ചു. സീൻ ചേഞ്ച് ആവുമ്പോൾ താഴെ ദ്രവിച്ചു കിടക്കുന്ന ടൈറ്റാനിക്കിന്റെ ഉൾഭാഗമാണ് കാണിക്കുന്നത്. പക്ഷെ വീണ്ടും അത് പഴയ പോലെ ആഡംബരം മറന്ന ആ ടൈറ്റാനിക് ആയിട്ട് മാറുന്നു. അവിടെ അന്ന് ആ കപ്പൽ മുങ്ങിയപ്പോൾ മരിച്ച എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്നുണ്ട്. ചെറുപ്പക്കാരിയായിട്ടുള്ള റോസ് അങ്ങോട്ട് കടന്നു വരുമ്പോൾ എല്ലാവരും അവളെ തന്നെ നോക്കുന്നു. അവിടെ ക്ലോക്കിന്റെ അടുത്ത് പണ്ടത്തെ പോലെ നമ്മളുടെ ജാക്ക് റോസിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. ജാക്കിനെ കണ്ട ഉടനെ റോസ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവർ രണ്ടുപേരും കിസ് ചെയ്യുന്നു. അങ്ങനെ റോസും ജാക്കും വീണ്ടും ഒന്നിക്കുന്നു. ചുറ്റുമുള്ള എല്ലാവരും അവർക്ക് വേണ്ടി കൈയടിക്കുന്നുണ്ട്. കുറെ പേർ വിചാരിക്കുന്നത് ഇതെന്ന് ഉറങ്ങിയ സമയത്ത് റോസ് കണ്ട സ്വപ്നമാണെന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. അന്ന് രാത്രി റോസ് ആ കിടക്കയിൽ കിടന്ന് മരിച്ചു. അവളുടെ ആത്മാവ് ടൈറ്റാനിക്കിലേക്ക് മടങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോ അന്ന് മരിച്ച ആൾക്കാരുടെ ആത്മാവ് മാത്രമാണ് അവൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്, കൂടെ അവളുടെ പ്രിയപ്പെട്ട ജാക്കിന്റെയും. അങ്ങനെ അവർ വീണ്ടും ഒന്നിക്കുവാണ്. ഈ കഥ പറഞ്ഞ് കഴിഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് വിഷമം വരുന്നത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സന്തോഷം വന്നു. ഞാൻ എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന ഒരു സിനിമയാണ് ടൈറ്റാനിക്കും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയത് തന്നെ എന്നെ സംബന്ധിച്ച ഒരു വലിയ കാര്യമാണ്. ഇത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും പറയാനില്ല. അപ്പൊ എങ്ങനെയാണ് ഈ മനോഹരമായിട്ടുള്ള ജെയിംസ് കാമറൂൺ മൂവി അവസാനിക്കുന്നത്? ടൈറ്റാനിക് ആണോ അവതാറാണോ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ അത് ടൈറ്റാനിക് ആണെന്ന് ഞാൻ പറയൂ. ടൈറ്റാനിക് ആണോ എൻഡ് ഗെയിം ആണോ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചാൽ അത് എൻഡ് ഗെയിം തന്നെയാണ്. പക്ഷേ എൻഡ് ഗെയിം അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അതിന് മുൻപുള്ള 22 സിനിമകളും കണ്ടിട്ടുണ്ടാവണം. പക്ഷെ ടൈറ്റാനിക് അങ്ങനെയല്ല, അതൊരൊറ്റ സിനിമയാണ്. എന്നിട്ടും അത് ഇത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഞ്ച് ഒന്ന് വേറെ തന്നെയല്ലേ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവര് ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും, ചിലപ്പോൾ മുതിർന്ന ആളുകളായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ സിംഗിൾ ആയിരിക്കും, ചിലപ്പോൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നവരായിരിക്കും. പണ്ട് 2 പേര് ജീവിച്ചിരുന്നു. അതിലൊരാള് നന്നായിട്ട് കഷ്ടപ്പെട്ട് ഒരു പൂന്തോട്ടം നിർമ്മിക്കുന്നു. മറ്റേയാള് വലിയ കഷ്ടപ്പാടൊന്നുമില്ലാതെ ജീവിക്കുന്നു. ഒരു ദിവസം 2 പേരുടെ അടുത്തേക്കും പൂമ്പാറ്റകൾ പറന്നു വരുവാണ്. അവർക്ക് 2 പേർക്കും സന്തോഷമായി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പൂമ്പാറ്റകൾ അവരെ 2 പേരെയും വിട്ട് ദൂരേക്ക് പറന്നുപോയി. 2 പേർക്കും ഭയങ്കര സങ്കടമായി. പക്ഷെ ഇതിൽ പൂന്തോട്ടം ഉണ്ടായിരുന്ന ആൾക്ക് പൂമ്പാറ്റ പോയെങ്കിലും കയ്യിൽ ആ പൂന്തോട്ടമെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്ന് ആശ്വസിക്കാം. പൂന്തോട്ടം ഇല്ലാതിരുന്ന ആൾക്ക് ഒന്നും ഇല്ലാത്ത അവസ്ഥയായി. കയ്യിൽ പൂന്തോട്ടം ഉള്ള ആൾക്കാണെങ്കിലോ ഇനിയും വേണമെങ്കിൽ പൂമ്പാറ്റകൾ പറന്നു വരാൻ സാധ്യതയുണ്ട്. മറ്റേയാളുടെ കാര്യം അങ്ങനെയല്ല. അയാൾ മൊത്തത്തിൽ മൂഞ്ചി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പൂമ്പാറ്റകൾക്ക് പിന്നാലെ പോകുന്നതിന് പകരം പൂന്തോട്ടം നിർമ്മിക്കാൻ ശ്രമിക്കുക. അപ്പൊ പൂമ്പാറ്റകൾ നമ്മളെ വിട്ട് പറന്നു പോയാലും അറ്റ്ലീസ്റ്റ് കയ്യിൽ ആ പൂന്തോട്ടമെങ്കിലും ബാക്കിയുണ്ടാവും. ഇത് മനസ്സിലാക്കേണ്ടവർ മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ആരെയാണ് സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ സിൻസിയർ ആയിട്ടിരിക്കുന്നത് പോലെ അവരും നിങ്ങളുടെ അടുത്ത് സിൻസിയർ ആണോ? നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതിന്റെ അത്രയ്ക്ക് അവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ? അവർ നിങ്ങളെക്കാളും വാല്യൂ കൊടുക്കുന്നതും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അവരുടെ ബെസ്റ്റിക്കാണോ? നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന് അവർ വാല്യൂ തരുന്നുണ്ടോ? നിങ്ങൾക്ക് ടൈമും അറ്റൻഷനും നിങ്ങൾ ചോദിക്കാതെ തന്നെ അവരിങ്ങോട്ട് തരുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വല്ലപ്പോഴും അവർ കാണിക്കുന്ന ചെറിയൊരു സ്നേഹത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ അവരെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? എന്നാൽ നിങ്ങൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ്. അതിനേക്കാൾ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ വ്യക്തിയിൽ അഡിക്റ്റഡ് ആയി മാറുന്നതാണ്. നിങ്ങൾ ഒരുപാട് അവരുമായിട്ട് അറ്റാച്ച്ഡ് ആയി. അവരെ നിങ്ങൾക്ക് മറക്കാനേ പറ്റില്ല. അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ ജീവിതം അവസാനിച്ചു. പിന്നെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക്
നിങ്ങൾക്ക് അറിയില്ല. ചിലപ്പോൾ സൂയിസൈഡിലേക്കോ അല്ലെങ്കിൽ കുടിവലി പോലെയുള്ള മോശം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോയേക്കാം. ഒരു ദിവസം അവരുടെ മെസ്സേജോ കോളോ വരാൻ വൈകിയാൽ അല്ലെങ്കിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ അസ്വസ്ഥനാവുന്നു. ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നിനും പറ്റുന്നില്ല. ഈ റിലേഷൻ തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ സമാധാനം കുറയുകയാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ നിങ്ങൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോൽ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് മാത്രം കൊടുത്തിരിക്കുകയാണ്. അയാൾ വിചാരിച്ചാൽ നിങ്ങളുടെ മൂഡ് കളയാനും പറ്റും, നല്ല മൂഡ് ആക്കാനും പറ്റും. ഇങ്ങനെയാണ് നിങ്ങളെങ്കിൽ എങ്ങാനും ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയാൽ അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയാൽ നിങ്ങളുടെ മനസ്സ് തകർന്നു പോകും. നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും നിങ്ങൾക്ക് സന്തോഷം കിട്ടില്ല. സമാധാനത്തിന്റെ കാര്യം ആലോചിക്കുകയേ വേണ്ട. നിങ്ങൾ മൊത്തത്തിൽ നശിക്കാൻ തുടങ്ങും. പിന്നെ അതിൽ നിന്ന് തിരിച്ചു വരണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ചിലർക്ക് അതിനെ പറ്റിയൊന്നും വരില്ല. ഞാൻ ഈ കാര്യത്തിൽ വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് പഠിക്കേണ്ട സമയത്ത് പഠിച്ച് ജോലി വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഈ റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. മനുഷ്യരായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും അവർ മാറും, എപ്പോൾ വേണമെങ്കിലും അവർ നമ്മളെ മറക്കും, എപ്പോൾ വേണമെങ്കിലും അവർക്ക് നമ്മളുടെ മേലുള്ള ഇൻട്രസ്റ്റ് പോവാം. ആ ഒരു റിസ്ക് മനസ്സിലാക്കി വെച്ചുകൊണ്ട് മാത്രം നിങ്ങൾ ഒരാളെ സ്നേഹിക്കാൻ ശ്രമിക്കുക. ലവ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്, വളരെ മാജിക്കൽ ആയിട്ടുള്ള ഫീലിംഗ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ലവ് ഉള്ളത് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത് തന്നെ. പക്ഷെ ഇതേ ലവ് തന്നെ മതി ഒരാളെ മുഴുവനായിട്ട് തകർത്ത് കളയാനും. ബ്രേക്കപ്പ് ആയി നിൽക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അല്ലാത്തവർ ചിലപ്പോൾ ഈ പറഞ്ഞതിനൊന്നും ഒരു വിലയും കൊടുക്കില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്. Well, keep checking them. Keep looking.